എവരിവൺ, എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് റാണി റഷീദ്. സോ നമ്മൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്സിന്റെ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ജൂൺ 6-ാം തീയതി ഫേസ് 3 ഡിഗ്രി പ്രിലിംസ് എക്സാം ഉണ്ടല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്സിന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പൊ ഫേസ് 1 ഫേസ് 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാവരും കണ്ടു കാണും. അതിനകത്ത് പലരും പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫേസ് 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഏരിയാസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചിലതിന്റെ റൈറ്റ് ആൻസേഴ്സ് പോലും ഓപ്ഷൻസിൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ചിലതൊന്നും പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ കുറെ പേർക്ക് ടൈം മാത്സ് വർക്ക്ഔട്ട് ചെയ്ത് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോയി. അങ്ങനെ കുറെ സമയമൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക. നമുക്കറിയാവുന്ന ചോദ്യങ്ങളിലോട്ട് പോയിട്ട് ഉത്തരം ചെയ്യുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ എങ്ങനെ നമ്മൾ മാക്സിമം കറക്റ്റ് ആൻസേഴ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ് എല്ലാ സബ്ജക്റ്റിന്റെയും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 2023 ഇപ്പം SI മെയിൻസിന് ചോദിച്ചിട്ടുള്ളത്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ KS ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഇക്കഴിഞ്ഞ ഫേസ് 2 ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് ആണ്, റിവിഷൻ മാത്സ് ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ഒരു പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ SI മെയിൻസിന് ചോദിച്ചാണ് കേട്ടോ. 2023 SI മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ എ ക്ലാസ് ടെസ്റ്റ്, ഓക്കെ, ഇൻ എ ക്ലാസ് ടെസ്റ്റ് 15 students got marks more than 50, 23 got marks less than 50 but more than 10, and the remaining 12 students scored less than 10. What percentage of students have got marks between 10 and 50? എന്താണ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നത്? ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി. ആ ക്ലാസ് ടെസ്റ്റ് നടത്തിയപ്പം 15 കുട്ടികൾക്ക് 50 മാർക്കിൽ കൂടുതൽ കിട്ടി. ഓക്കെ, 15 സ്റ്റുഡൻസ് ഗോട്ട് മാർക്സ് മോർ ദാൻ 50. 15 കുട്ടികൾക്ക് 50 മാർക്കിൽ കൂടുതൽ കിട്ടി. 23 കുട്ടികൾക്ക് 23 ഗോട്ട് മാർക്സ്, 23 കുട്ടികൾക്ക് മാർക്ക് ലെസ് ദാൻ 50, 50-ൽ താഴെയാണ്, പക്ഷെ മോർ ദാൻ 10, 10-ൽ കൂടുതലും 50-ൽ താഴെ. ആ ഒരു കാറ്റഗറിയിലുള്ള മാർക്കാണ് 23 സ്റ്റുഡൻസിന് കിട്ടിയത്. ബാക്കിയുള്ള 12 കുട്ടികൾക്ക് 10-ൽ താഴെയാണ് മാർക്ക് കിട്ടിയത്, സ്കോർഡ് ലെസ് ദാൻ 50. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹാവ് ഗോട്ട് മാർക്സ് ബിറ്റ്വീൻ 10 ആൻഡ് 50? 10-നും 50-നും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ പെർസെന്റേജ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ടോട്ടൽ സ്റ്റുഡൻസ് വേണം അല്ലെ? എത്ര സ്റ്റുഡൻസ് എക്സാം എഴുതിയിട്ടുണ്ട്, എത്ര കുട്ടികളാണ് അതില് 10-നും 50-നും ഇടയിൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് നമുക്കൊന്ന് എഴുതാം അല്ലെ. 15 കുട്ടികൾക്ക് 15 സ്റ്റുഡൻസിന് കിട്ടിയ മാർക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എബോവ് 50. മോർ ദാൻ 50 എന്ന് പറഞ്ഞാൽ 50 മാർക്കിൽ കൂടുതൽ. ഇനി 23 കുട്ടികൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 50 ആണ്, 50-ൽ താഴെ. 50-ൽ താഴെ എന്ന് പറയുമ്പോൾ 49 മാർക്ക് വരെയും വരാം. ബട്ട് മോർ ദാൻ 10, 10-ൽ കൂടുതൽ. 10-ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 11 മാർക്ക് തൊട്ട് 49 മാർക്ക് വരെയും ആർക്ക് വരാം? 23 കുട്ടികൾക്ക് വരാം. 11-നും 49-നും ഇടയിൽ മാർക്ക് വരാം. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നേ? ലെസ് ദാൻ 50, 50-ൽ താഴെ, അപ്പൊ 49 വരെ വരാം. മോർ ദാൻ 10, അപ്പൊ 10-ൽ കൂടുതൽ, 11 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 11-നും 49-നും ഇടയ്ക്കാണ് 23 കുട്ടികൾക്ക് മാർക്ക് കിട്ടിയിരിക്കുന്നത്. ബാക്കി 12 കുട്ടികൾ അല്ലെ, 12 സ്റ്റുഡൻസിന് എത്രയാണ് മാർക്ക് കിട്ടിയിരിക്കുന്നത്? ലെസ് ദാൻ 10. അപ്പൊ 10-ൽ താഴെയാണ് മാർക്ക്, ലെസ് ദാൻ 10. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ആ ക്വസ്റ്റ്യനകത്തുനിന്ന് നമ്മൾ എഴുതിയെടുത്തത്. നോക്കിക്കേ, ടോട്ടൽ സ്റ്റുഡൻസ് എത്ര ആണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടും അല്ലെ. ടോട്ടൽ സ്റ്റുഡൻസ് അത് ക്വസ്റ്റ്യനകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 15 + 23 + 12, 15, 23 + 12. ഇത്ര സ്റ്റുഡൻസ് ആണ് ടോട്ടൽ വരുന്നത്. 23, 10, 33, 2, 35, 35, 10, 45, 50 സ്റ്റുഡൻസ് ആണ് മൊത്തത്തിൽ ക്ലാസ് ടെസ്റ്റിൽ ഉണ്ട്.
ഇത്രയും വരെ നമുക്ക് കിട്ടി 50 കുട്ടികൾ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ്, ആരുടെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു ഗോട്ട് മാർക്സ് ബിറ്റ്വീൻ, അതായത് 10നും 50നും ഇടയിൽ മാർക്ക് കിട്ടിയവരാണ് ചോദിച്ചിരിക്കുന്നത്. ഹു ഹാവ് ഗോട്ട് മാർക്സ് ബിറ്റ്വീൻ 10 ആൻഡ് 50, അതായത് 10നും 50നും ഇടയിൽ ചോദിച്ചിട്ടുള്ളതാണ്. 10നും 50നും ഇടയിൽ മാർക്ക് കിട്ടിയ കുട്ടികൾ. അപ്പൊ 10നും 50നും ഇടയിൽ മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? 10ഉം ഉൾപ്പെടത്തില്ല, 50ഉം ഉൾപ്പെടത്തില്ല. ഇതിന് ബിറ്റ്വീൻ ആണല്ലേ. അപ്പം ഏതായിരിക്കും വരുന്നത്? 11 തൊട്ട് 49 വരെയുള്ള മാർക്ക്. മനസ്സിലായോ? ബിറ്റ്വീൻ 10 ആൻഡ് 50. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10നും 50നും ഇടയിലാണ് മാർക്ക്, അല്ലാതെ 10 തൊട്ട് 50 വരെ എന്നുള്ളതല്ല. ബിറ്റ്വീൻ 10നും 50നും ഇടയിൽ വരുന്ന മാർക്ക്, അത് ഏതാ വരുന്നത്? 11 to 49. അത് ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 23 കുട്ടികൾക്കാണ് 11 തൊട്ട് 49. 11 to 49 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 10നും 50നും ഇടയിൽ വരുന്ന മാർക്ക്. ഓക്കെ അല്ലേ? സോ 10നും 50നും ഇടയിൽ വരുന്നത് 11 തൊട്ട് 49 വരെയുള്ള മാർക്കാണ്. അത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. 11നും 49നും ഇടയിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 23. ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാ? 50 ഇൻറ്റു 100. ഓക്കെ അല്ലേ? എളുപ്പമാണ്. ഇവിടെ 2 വെട്ടിക്കളയുക. അപ്പം 46% കുട്ടികൾക്കാണ് 10നും 50നും ഇടയിൽ മാർക്ക് കിട്ടിയത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ നമുക്ക് 2 കാര്യങ്ങളായിരുന്നു വേണ്ടുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കുക, പിന്നെ 10നും 50നും ഇടയിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കുക. പിന്നെ ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 46% ഇവിടുത്തെ മാർക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദി പ്രസന്റ് ഏജസ് ഓഫ് എ ബി സി ആർ ഇൻ ദ റേഷ്യോ 1:2:3. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന 3 പേരുടെ പ്രസന്റ് ഏജ് ആണ്. പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വയസ്സ്, പ്രസന്റ് ടൈമിലുള്ള വയസ്സ്, ഏജിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:2:3 ആണ്. ഓക്കെ ആണോ? ബിഫോർ 10 ഇയേഴ്സ്, 10 വർഷം മുമ്പ് സി എന്ന് പറയുന്ന വ്യക്തി 50 വയസ്സായിരുന്നു. 10 വർഷം മുന്നേ സി എന്ന് പറയുന്ന വ്യക്തിക്ക് 50 വയസ്സായിരുന്നു പ്രായം. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വിൽ ബി ദ ഏജ് ഓഫ് എ ആഫ്റ്റർ 10 ഇയേഴ്സ്? അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തിക്ക് 10 വർഷം കഴിയുമ്പോൾ എത്രയാണ് പ്രായം എന്നാണ് ക്വസ്റ്റ്യൻ. ഇതും SI മെയിൻസിന് ചോദിച്ചാണ് കേട്ടോ. 2023 SI മെയിൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് 3 പേരെ എഴുതാം അല്ലെ? എയും ബിയും സിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി സി ഇവരുടെ പ്രായത്തിന്റെ റേഷ്യോ എത്രയാണ്? 1:2:3 ആണ്. ഓക്കെ അല്ലേ? ഇത് പ്രസന്റ് ഏജ് ആണ്. പ്രസന്റ് ഏജസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രായം, മീൻസ് പ്രസന്റ് ടൈമിലുള്ള പ്രായം. A:B:C എന്ന് പറഞ്ഞാൽ 1:2:3. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 10 വർഷം മുന്നേ സി എന്ന് പറയുന്ന വ്യക്തിക്ക്, അതായത് ബിഫോർ 10 ഇയേഴ്സ്, BF എന്ന് എഴുതിയേക്കുന്നത് ബിഫോർ ആണ് കേട്ടോ. 10 വർഷം മുന്നേ സിക്ക് വയസ്സ് 50 വയസ്സായിരുന്നു എങ്കിൽ, 10 വർഷം മുന്നേ 50 വയസ്സാണ് എങ്കിൽ ഇപ്പോൾ സിയുടെ പ്രായം എന്തായിരിക്കും? 10 വർഷം മുന്നേ 50 വയസ്സാണെങ്കിൽ ഇപ്പോൾ സിക്ക് എന്ന് പറഞ്ഞാൽ 10 വയസ്സും കൂടെ കൂടി അല്ലേ? 60 വയസ്സ്. അതാണ് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 10 വർഷം മുന്നേ സി എന്ന് പറയുന്ന വ്യക്തിക്ക് 50 വയസ്സായിരുന്നു പ്രായമെങ്കിൽ ഇപ്പോൾ എത്രയാണ് സിയുടെ പ്രായം? 10 വർഷം മുന്നേ 50 ആണെങ്കിൽ ഇപ്പൊ സിക്ക് എത്ര വയസ്സുണ്ട്? 60 വയസ്സ് അല്ലേ? 10 വയസ്സും കൂടെ കൂടി. 10 വർഷം മുന്നേ സിക്ക് 50 വയസ്സാണെങ്കിൽ ഇപ്പോൾ സിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 10 വയസ്സും കൂടി കൂടിയിട്ടുണ്ട്. അതായത് പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 60 വയസ്സാണ്. അത്ര ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എയുടെ പ്രായമാണ് കണ്ടുപിടിക്കുക. അപ്പൊ സിയുടെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് കിട്ടി 60 ആണ്. ഇവരുടെ റേഷ്യോയും നമുക്കറിയാം 1:2:3. അതായത് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, 1x 2x 3x അല്ലെ? റേഷ്യോ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ എഴുതാം. എ ബി സി എന്ന് പറയുന്നതിന്റെ റേഷ്യോ മാറ്റിയതിന് ശേഷം നമ്മൾ എങ്ങനെ എഴുതാം? 1x 2x 3x. അപ്പം
സിയുടെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 3x ആണ്. അപ്പൊ ഈ 3x ഏതിന് തുല്യമാണ്? 3x ഈസ് ഈക്വൽ ടു 60 ഇയേഴ്സിന് തുല്യം, 60 വയസ്സിന് തുല്യമാണ്. ഓക്കെ ആണല്ലോ. സിയുടെ പ്രസന്റ് ഏജ് എ ബി സി എന്ന് പറയുന്ന 3 പേരുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് 1:2:3. അതായത് 1x 2x 3x. അത്ര ഓക്കെ അല്ലേ? 10 വർഷം മുന്നേ സിക്ക് 50 വയസ്സായിരുന്നു പ്രായമെങ്കിൽ ഇപ്പോഴുള്ള സിയുടെ പ്രായം, അതായത് പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 വർഷം മുന്നേ 50 വയസ്സാണെങ്കിൽ ഇപ്പോൾ സിക്ക് 10 വയസ്സും കൂടെ കൂടി, അതായത് 60 വയസ്സ്. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് സി എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പൊ ആ 3x എന്ന് പറയുന്നത് ഈ 60ന് ഈക്വൽ ആണ്. ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞാൽ 60/3 വിച്ച് ഈസ് ഈക്വൽ ടു 20. അപ്പൊ എക്സ് കിട്ടി. എക്സ് കിട്ടിയെങ്കിൽ എയുടെ പ്രസന്റ് ഏജ് നമുക്ക് കിട്ടി. എയുടെ പ്രസന്റ് ഏജ് ആണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു 20. പക്ഷെ 20 ആണോ ആൻസർ? അല്ല. എയുടെ പ്രസന്റ് ഏജ് അല്ല ചോദിച്ചിരിക്കുന്നത്, ആഫ്റ്റർ 10 ഇയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ഉള്ള എയുടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആഫ്റ്റർ 10 ഇയേഴ്സ് ഏജ് ഓഫ് എ, അതാണ് നമ്മളുടെ ചോദ്യം. അപ്പൊ ഇപ്പോഴത്തെ എയുടെ പ്രായം 20 വയസ്സാണെങ്കിൽ 10 വർഷം കഴിയുമ്പം എയുടെ പ്രായം എത്രയായിരിക്കും? 10 വയസ്സും കൂടി കൂടും. അതായത് 20 + 10 വിച്ച് ഈസ് ഈക്വൽ ടു 30. 30 വയസ്സാണ് എയ്ക്ക് 10 വർഷം കഴിഞ്ഞിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. എന്തായാലും 20 എന്ന് പറയുന്നത് ഓപ്ഷനകത്ത് ഇല്ലാത്തത് കൊണ്ട് ചാടിക്കേറി അതാരും മാർക്ക് ചെയ്യാൻ പോകരുത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം ചെയ്യാൻ. എ ബി സി 3 പേരുടെ വയസ്സിന്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 1:2:3. അതിൽ നിന്ന് നമുക്ക് 3 ആളുകളുടെയും പ്രസന്റ് ഏജസ് 1x, എയുടെ 1x, ബിയുടെ 2x, സിയുടെ 3x എന്ന്. അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതും. 10 വർഷത്തിന് മുമ്പ് ബിഫോർ 10 ഇയേഴ്സ് സി എന്ന് പറയുന്നത് സിക്ക് 50 വയസ്സായിരുന്നു. 10 വർഷം മുന്നേ സിക്ക് 50 വയസ്സാണെങ്കിൽ ഇപ്പോഴുള്ള സിയുടെ പ്രായം പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എന്താ? 10 വയസ്സും കൂടി കൂടും. അതായത് 50 + 10 60 വയസ്സ്. സിയുടെ പ്രസന്റ് ഏജ് 3x ആണെന്ന് നമുക്കറിയാം. അപ്പൊ 3x എന്ന് പറയുന്നത് ഈക്വൽ ടു 60. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 20. അപ്പൊ എക്സിന്റെ വാല്യൂ 20. അപ്പൊ പ്രസന്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏജ് ഓഫ് എ ആഫ്റ്റർ 10 ഇയേഴ്സ്, 10 വർഷത്തിന് ശേഷമുള്ള എയുടെ പ്രായം. ഓക്കെ ആണോ? അപ്പൊ എയുടെ പ്രസന്റ് ഏജ് ആണ് എക്സ്. എക്സിന്റെ വാല്യൂ 20. പക്ഷെ നമുക്ക് പ്രസന്റ് അല്ല വേണ്ടുന്നത്, 10 വർഷത്തിന് ശേഷമുള്ള ഏജ് ആണ് വേണ്ടത്. അപ്പം ഇപ്പോൾ എയ്ക്ക് 20 വയസ്സുണ്ടെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 10 വയസ്സും കൂടി കൂടും. അതായത് 20 + 10 30 ഇയേഴ്സ്. എ എന്ന് പറയുന്നത് 30. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഓക്കെ, വരുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പൈപ്പ് ആൻഡ് ടാങ്ക്. ഓക്കെ, പൈപ്പിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. ഈ ക്വസ്റ്റ്യനും ഒരു ഇച്ചിരി അത്യാവശ്യം നമുക്ക് കാൽക്കുലേഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? എ ടാപ്പ് ഫിൽസ് എ വാട്ടർ ടാങ്ക് ഇൻ 2 hours. ശ്രദ്ധിക്കുക, എ ടാപ്പ് ഫിൽസ് എ വാട്ടർ ടാങ്ക് ഇൻ 2 hours. ഒരു പൈപ്പ്, ഒരു ടാപ്പ് എന്ത് ചെയ്യുകയാണ്? ഒരു വാട്ടർ ടാങ്കിനെ 2 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യുക. അറ്റ് ദി ബോട്ടം ഓഫ് ദ ടാങ്ക് എംപ്റ്റീസ് ഇറ്റ് ഇൻ 3 hours. പക്ഷെ ഈ ടാങ്കിന്റെ അടിയിൽ ഒരു ചോർച്ച ഉണ്ടായിരുന്നു. ലീക്ക് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ടാങ്കിലെ വെള്ളം 3 മണിക്കൂർ കൊണ്ട് കാലിയാവുന്നു. വെള്ളിയിലോട്ട് വെള്ളം എല്ലാം കൂടെ ലീക്കായി പോയിട്ട് ആ ടാങ്ക് മൊത്തം എംപ്റ്റി ആവുന്നു. ഇനി ബോത്ത് വെയർ ഓപ്പൺഡ് ഫോർ 1 hour. ഈ 2 പൈപ്പും 1 മണിക്കൂർ തുറന്നിട്ടു. ഓക്കെ, ബോത്ത് വെയർ ഓപ്പൺഡ് ഫോർ 1 hour. ആഫ്റ്റർ ദാറ്റ് ദ ലീക്ക് ഹാസ് ക്ലോസ്ഡ്. അതിനുശേഷം ഈ ലീക്ക് അടച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ടാങ്ക് നിറയാൻ എടുക്കുന്ന സമയമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ബോത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി 2 പൈപ്പ് ഉണ്ടെന്ന്, അല്ലേ? 2 പൈപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നോക്കിക്കേ. അപ്പം എ എന്ന് പറയുന്ന പൈപ്പ്, അല്ലെ? പൈപ്പ് ഫസ്റ്റ് പൈപ്പ് എന്നോ പൈപ്പ് എ എന്നോ അല്ലോ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തോളൂ. പൈപ്പ് എ എന്ന് പറഞ്ഞാല് ഒരു ടാങ്കിനെ ഫില്ല് ചെയ്യുകയാണ്. ഈ പൈപ്പ് എ എന്ന് പറയുന്നത് ഞാനിവിടെ ഫില്ല് എന്ന് എഴുതുകയാണ് കേട്ടോ. ഫില്ല് ചെയ്യുന്നതാണ് ഒരു പൈപ്പ്. ഫില്ല് ചെയ്യുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ടാണ് ആ ടാങ്ക്, ആ പൈപ്പ് ആ വാട്ടർ ടാങ്കിനെ ഫില്ല് ചെയ്യുന്നത്. അതേപോലെ തന്നെ എ ലീക്ക് അറ്റ് ദി ബോട്ടം ഓഫ് ദ ടാങ്ക് എംപ്റ്റീസ് ഇറ്റ് ഇൻ 3 hours. ഈ ലീക്ക് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ പുറത്തേക്ക് പോകാനുള്ള ഒരു പൈപ്പ് ഉണ്ട്.
ആ പൈപ്പ് എന്ന് പറഞ്ഞാൽ അടച്ചിട്ടില്ലായിരുന്നു. അതാണ് ആ പൈപ്പ് വഴി വെള്ളം പോകുന്നു എന്നുള്ളതാണ് എ ലീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ പൈപ്പിൽ കൂടെ വെള്ളം ചോർന്നു പോകുന്നു എന്നുള്ള മീനിങ്ങിലാണ് അവിടെ ലീക്ക് എന്ന് പറഞ്ഞത്. ആ പൈപ്പ് ബിയെ ഞാൻ ലീക്ക് എന്നും ഇവിടെ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ പൈപ്പ് പോകുന്ന എങ്ങനെയാണ് 3 hours. മനസ്സിലായോ? ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പൈപ്പ് ആ ഒരു ടാങ്കിനെ ഫില്ല് ചെയ്യുന്നത് ഒരു ടാപ്പ് തുറന്നു വിടുന്നു. ആ ടാപ്പ് 2 മണിക്കൂർ കൊണ്ട് ആ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യുന്നു. ടാങ്കിന്റെ ബോട്ടത്തിൽ ചെറിയൊരു ലീക്ക് ഉണ്ട്. ഒരു പുറത്തേക്ക് നമ്മൾ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്ത് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇടും അല്ലെ. അപ്പൊ ആ ഒരു പൈപ്പ് ഇതിനകത്തുള്ള വെള്ളം എല്ലാം കൂടെ വെളിയിലോട്ട് കളയാൻ 3 മണിക്കൂർ സമയം കൊണ്ട് ആ ടാങ്കിലെ വെള്ളം എല്ലാം കൂടെ എംപ്റ്റി ചെയ്യും. ഈ കൂടി 1 മണിക്കൂർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ഫില്ല് ചെയ്യുന്ന പൈപ്പും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, പുറത്തേക്ക് പോകേണ്ട വെള്ളം പോകേണ്ട പൈപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്രയും വരെ നമ്മൾ നോക്കി കണ്ടുപിടിക്കാം. അപ്പൊ ഇപ്പൊ നമ്മള് ടൈം ആൻഡ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഈ പൈപ്പിന്റെ എഫിഷ്യൻസി എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു എഫിഷ്യൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ആ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് നമുക്ക് അസ്യൂം ചെയ്യും. അപ്പൊ ഇവിടെ 2, 3 അല്ലെ, ഇതിന്റെ എഫിഷ്യൻസി കാണുമ്പോൾ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയായിരുന്നു? ഇതിന്റെ LCM എടുക്കുമായിരുന്നു അല്ലെ. അപ്പൊ ഇവിടുത്തെ LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. അപ്പൊ ഈ 6 എന്ന് പറയുന്നത് നമ്മൾ ആ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം അല്ലെ. ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 6 liters എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, 6 liters എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കപ്പാസിറ്റി 6 ആണ്. അപ്പൊ ഈ ഒരു പൈപ്പ് എന്ന് പറയുന്നത് 2 മണിക്കൂർ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? 3 ആണ് ഒരു പൈപ്പിന്റെ കപ്പാസിറ്റി. 3 liters ആണ് ഒരു പൈപ്പിന്റെ കപ്പാസിറ്റി. അതായത് 2 into 3 അങ്ങനെ നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് വരുമ്പോ എന്താണ്? ഇവിടെ 2 ആണ്, 2 liters ആണ് അടുത്ത പൈപ്പിന്റെ കപ്പാസിറ്റി. പക്ഷേ നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എഫിഷ്യൻസി അല്ലെ. ആദ്യത്തെ ഇത് മേളിൽ എഴുതിയേക്കുന്നത് എഫിഷ്യൻസി ആണ് കേട്ടോ. എഫിഷ്യൻസി ആദ്യത്തെ പൈപ്പിന്റെ 3ഉം രണ്ടാമത്തെ പൈപ്പിന്റെ 2ഉമാണ്. പക്ഷെ ഒരു പൈപ്പ് ഫില്ല് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ പൈപ്പിന്റെ എഫിഷ്യൻസിയെ നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാം. പോസിറ്റീവ് സിമ്പിൾ കൊടുക്കാം. എഫിഷ്യൻസി ഓഫ് പൈപ്പ് എ എന്ന് പറയുമ്പോൾ പ്ലസ് എന്ന് നമുക്ക് നോട്ട് ചെയ്യാം കേട്ടോ. +3 liters എന്നും പൈപ്പ് ബിയുടെ എഫിഷ്യൻസി ഓഫ് പൈപ്പ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് എന്ന് നമുക്ക് നോട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഒരു പൈപ്പ് ഫില്ല് ചെയ്യുകയാണ് അല്ലെ. ആദ്യത്തെ പൈപ്പ് ഫില്ല് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനെ +3 liters എന്നും, രണ്ടാമത്തെ പൈപ്പ് വെളിയിലോട്ട് ബോട്ടത്തിലുള്ള പൈപ്പ് ലീക്ക് ചെയ്ത് വെളിയിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് അതിനെ -2 എന്നും നമുക്ക് മൈനസ് കൊണ്ടും നമുക്ക് നോട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടും കൂടി 1 മണിക്കൂർ ഇവിടെ ഞാൻ എഴുതാം കേട്ടോ. രണ്ടും കൂടി 1 hour പൈപ്പ് തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 1 മണിക്കൂർ കൊണ്ട് ഈ പൈപ്പുകൾ എത്ര വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എത്ര വെള്ളം അതിലേക്ക് നിറയ്ക്കും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. കാരണം 1 മണിക്കൂറിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം 1 മണിക്കൂറിൽ ടോട്ടലി എത്രത്തോളം പോകും എന്നുള്ളതാണ് നമുക്ക് എത്ര ഈ ടാങ്ക്. അപ്പം ഇങ്ങനൊരു ടാങ്ക് ഇരിക്കുകയാണ്. ഈ ടാങ്കിനകത്ത് ഇതിൽ കൂടി ഒരു പൈപ്പ് തുറന്ന് വെള്ളം വീഴുന്നുണ്ട്, ഈ ഒരു ലീക്കിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ എത്രത്തോളമാണ് 1 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യേണ്ട പൈപ്പും തുറന്നിട്ടിരിക്കുകയാണ്, ബോട്ടത്തിൽ കൂടെ ലീക്ക് ചെയ്യുന്ന പൈപ്പും തുറന്നു വെച്ചിരിക്കുക. 1 മണിക്കൂർ രണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിന് ശേഷമാണ് ലീക്ക് ക്ലോസ് ചെയ്തേക്കുന്നത്. അത് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1 മണിക്കൂറിനുള്ളിൽ 1 മണിക്കൂർ 2 പൈപ്പും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ പൈപ്പ് എന്ത് ചെയ്തേക്കുന്നത്? അടച്ചേക്കുന്നത്. അപ്പൊ ആ സമയത്ത് 1 മണിക്കൂർ കൊണ്ട് എത്രത്തോളം ഫില്ലായി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഒന്ന് ചിന്തിച്ചേ. 1 മണിക്കൂറിൽ ആദ്യത്തെ പൈപ്പ് എ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. 1 മണിക്കൂറിൽ ആദ്യത്തെ പൈപ്പ് 3 ലിറ്ററോളം വെള്ളം നിറയ്ക്കുമ്പോൾ അതേസമയം ലീക്ക് പൈപ്പായിട്ടുള്ള പൈപ്പ് ബി എന്ന് പറയുന്നത് പുറത്തേക്ക് 2 ലിറ്റർ വെള്ളം കളയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ആദ്യമേ 2 പൈപ്പിന്റെയും എഫിഷ്യൻസി പറഞ്ഞായിരുന്നു. ആദ്യത്തെ പൈപ്പിന്റെ എഫിഷ്യൻസി 3 liters, രണ്ടാമത്തെ പൈപ്പിന്റെ -2 എന്ന് പറയുമ്പോൾ ലീക്ക് പൈപ്പ് ആയതുകൊണ്ടാണ് മൈനസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളം പുറത്തേക്ക് കളയുകയാണ്. ഓക്കെ, അപ്പൊ 1 മണിക്കൂർ ഈ 2 പൈപ്പും തുറന്നു വെച്ചാല് ആദ്യത്തെ പൈപ്പ് 3 ലിറ്റർ വെള്ളം ഈ ടാങ്കിലോട്ട് ഇങ്ങനെ നിറയ്ക്കുകയാണെന്ന് വിചാരിക്കും. ഇതാണ് ടാങ്ക്, ഈ വെള്ളം ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചാല്
അതേ സമയം അറ്റ് ദ സെയിം ടൈം ഈ ലീക്ക് പൈപ്പിൽ കൂടെ വെളിയിലോട്ട് 2 ലിറ്റർ വെള്ളം പോയി, 3 ലിറ്റർ വെള്ളം ഇങ്ങനെ നിറയ്ക്കുകയാണ്, 2 ലിറ്റർ വെള്ളം പോയി, 1 മണിക്കൂർ കൊണ്ട്. അപ്പൊ ആകെപ്പാടെ 1 മണിക്കൂർ കൊണ്ട് ഈ 2 പൈപ്പുകളും കൂടെ ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് 1 ലിറ്റർ മാത്രമാണ്. മനസ്സിലായോ? ഇതിന്റെ ആകെ ഒരു ഫൈനൽ ഇതെന്ന് പറയുന്നത് 1 ലിറ്റർ മാത്രമേ ഉള്ളൂ. 1 മണിക്കൂർ കൊണ്ട് 1 ലിറ്റർ മാത്രമാണ് നിറയ്ക്കുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഈ 2 പൈപ്പും 2 പൈപ്പല്ല, ലീക്ക് ക്ലോസ് ആയി, ലീക്ക് ക്ലോസ്ഡ് ആയി, ലീക്ക് അടച്ചു. അത് ഇവിടോട്ട് എഴുതാം കേട്ടോ. ലീക്ക് ക്ലോസ് ചെയ്തു. ലീക്ക് ക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ലീക്ക് ക്ലോസ് ചെയ്യുന്നത്. മൊത്തത്തിൽ എത്രയാണ് നമ്മളുടെ വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടോട്ടൽ ഇതെന്ന് പറയുന്നത് 6 hours ആണ് അല്ലെ? ടോട്ടൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ എന്ന് പറയുന്നത് 2 പൈപ്പിനും കൂടി വേണ്ടുന്നത് 6 hours എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഇനി അങ്ങനെയാണെങ്കിൽ ലീക്ക് ക്ലോസ് ചെയ്തു, 1 മണിക്കൂറിന് ശേഷം ലീക്ക് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാല് ബാക്കി എത്ര സമയം കൂടി ഉണ്ട്? 5 മണിക്കൂറും കൂടി ഉണ്ട് അല്ലേ? 1 മണിക്കൂറിൽ 1 ലിറ്റർ നമ്മൾ നിറയ്ക്കുക എന്ന് പറഞ്ഞാല് മനസ്സിലായോ? 1 മണിക്കൂറിൽ നമ്മൾ 1 ലിറ്റർ നമ്മൾ നിറച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂറിൽ ഈ പൈപ്പ് നിറയേണ്ട, ടാങ്ക് ഫില്ല് ചെയ്യേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പൊ ലീക്ക് ഇല്ല. കാരണം എന്താണ്? ലീക്ക് ക്ലോസ് ചെയ്തു. ബാക്കി സമയം കൊണ്ട് എത്ര നേരം കൊണ്ടാണ് ഈ ടാങ്ക് ഫില്ല് ചെയ്തതെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1 മണിക്കൂറിൽ മാത്രമാണ് ലീക്ക് പൈപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചത്. 1 മണിക്കൂറിന് ശേഷം ബാക്കിയുള്ള 5 മണിക്കൂറും ലീക്ക് ഇല്ല, ലീക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മറ്റേ പൈപ്പ് മാത്രം, ഫില്ല് ചെയ്യേണ്ട പൈപ്പ് മാത്രമാണ് തുറന്നിട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് നമ്മൾ ആ നിറയുന്നതെന്ന് പറഞ്ഞ എന്താണ്? 3 ലിറ്റേഴ്സ്. അതായത് എന്ത് ചെയ്യും? നമ്മുടെ പൈപ്പ് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 5 മണിക്കൂർ കൊണ്ട് നിറയുന്നതെന്ന് പറഞ്ഞാൽ 5/3 ലിറ്റേഴ്സ് ആണ്. മനസ്സിലായോ? 5/3 ലിറ്റേഴ്സ്. നമുക്ക് വേണ്ടുന്നത് ടോട്ടൽ ആണ് കേട്ടോ. ടോട്ടൽ ടൈം ആണ് നമുക്ക് വേണ്ടുന്നത്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയാൻ എടുക്കേണ്ട സമയമാണ്. അപ്പൊ ഓൾറെഡി ഈ ഒരു 1 ലിറ്റർ ഇത് കൂട്ടണം. ഓക്കെ, 1 അവർ കൂട്ടണം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ എന്തും കൂടെ ചെയ്യണം? 5/3 കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ലിറ്ററിനോ അവർന്നോ ഒക്കെ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. അതിന്റെ കപ്പാസിറ്റി, ആ സമയം എന്നുള്ളത് നോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. മണിക്കൂറിന് എഴുതിയാലും മതി, നമുക്ക് ടൈം അല്ലേ, ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? 1 + 5/3 എന്ന് പറയുമ്പോൾ 8/3 എന്ന് വരുന്നു. 8/3 നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് എഴുതുമ്പോൾ 2/3 എന്ന് വരും. 2/3 hours എന്ന് വരും. ഓക്കെ, ഈ 2/3 അവർ എന്ന് പറഞ്ഞാല് ഇവിടെ ഏകദേശം മിനിറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ 2/3 നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് 60 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 40 മിനിറ്റ്സ് കിട്ടും. അപ്പൊ നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 hours 40 minutes ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഇപ്പൊ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ്? മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകും. പക്ഷെ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത്രയും നമ്മൾ മനസ്സിൽ വിചാരിക്കുക. ഒരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കില് 2 പൈപ്പുകളുണ്ട്. ഒന്നാമത്തെ പൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ടാങ്ക് ഫില്ല് ചെയ്യാനുള്ള പൈപ്പാണ്. രണ്ടാമത്തെ പൈപ്പ് എന്ന് പറഞ്ഞാൽ പൈപ്പ് അല്ലെങ്കിൽ ഒരു ലീക്ക് പൈപ്പ് എന്ന് പറഞ്ഞാൽ ടാങ്കിന്റെ ബോട്ടത്തിലുള്ള ഒരു ലീക്ക് പൈപ്പ് ഉണ്ട്. ആ ലീക്ക് പൈപ്പിൽ കൂടെ വെള്ളം പോകുന്നുമുണ്ട്. ടാങ്കില് ഫില്ല് ചെയ്യേണ്ട പൈപ്പ് 2 മണിക്കൂർ കൊണ്ട് ഒരു വാട്ടർ ടാങ്കിനെ നിറയ്ക്കുന്നു. അതേസമയം ലീക്ക് പൈപ്പ് ആ വാട്ടർ ടാങ്കിലെ വെള്ളം 3 മണിക്കൂർ കൊണ്ട് പുറത്തേക്ക് കളയും. അതാണ് ഇവിടെ ഞാൻ എഴുതിയേക്കുന്നത്. പൈപ്പ് എ 2 മണിക്കൂർ കൊണ്ടും പൈപ്പ് ബി എന്ന് പറയുന്നത് 3 മണിക്കൂർ കൊണ്ടും എംറ്റി ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 പൈപ്പുകളും കൂടിയുള്ള ഒരു ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 hours ആണ് അല്ലെ? അതിന്റെ LCM എടുക്കുക, 6 hours. ഇങ്ങനെ പൈപ്പ് എ എന്ന് പറയുന്നതിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ലിറ്റേഴ്സ്. എങ്ങനെ കിട്ടി? 2 × 3 അല്ലെ 6 വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3 എന്നും 3 × 2 6 വരുന്നതുകൊണ്ട് പൈപ്പ് ബിയുടെ 2 എന്നും എഴുതി. ടൈം ആൻഡ് വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. അപ്പൊ പൈപ്പ് എയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ +3. പ്ലസ് എന്ന് നമ്മൾ നോട്ട് ചെയ്തേക്കുന്നത് ആ ടാങ്ക് ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ്. പൈപ്പ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മൈനസ് എന്ന് ഞാൻ നോട്ട് ചെയ്തിരിക്കുകയാണ്. മൈനസ് എന്ന് ജസ്റ്റ് നോട്ട് ചെയ്തേക്കുന്നതിന്റെ റീസൺ ആ പൈപ്പിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഓക്കെ. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? ഈ 2 പൈപ്പുകളും കൂടി 1 മണിക്കൂർ തുറന്നു വെച്ചു. എന്നിട്ട് 1 മണിക്കൂർ തുറന്നു വെക്കുമ്പോൾ ഈ പൈപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു മീൻസ്
നിറയുന്ന സമയം, ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് ടോട്ടലി കണ്ടുപിടിക്കേണ്ടത്. 1 മണിക്കൂർ തുറന്നു വെച്ചാല് ടാങ്കിൽ ആകെ നിറയുന്ന വെള്ളം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കും. ലീക്ക് അടച്ചിട്ടില്ല, 2 പൈപ്പുകൾ, ഫില്ല് ചെയ്യുന്ന പൈപ്പും പുറത്തേക്ക് വെള്ളം പോകുന്ന ലീക്ക് പൈപ്പും കൂടി എന്ത് ചെയ്യുകയാണ്, ഒരുമിച്ച് തുറന്നു വെച്ചിരിക്കുകയാണ്. ആ 1 മണിക്കൂർ കൊണ്ട് എത്രത്തോളം വെള്ളം ആ ടാങ്കിൽ നിറയും എന്നുള്ളത്, അതായത് എത്ര വെള്ളം ആ ഒരു ടാങ്കിലേക്ക് അല്ലെങ്കിൽ എത്ര ലിറ്റർ വരും എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് എന്ത് ചെയ്യണം, 1 മണിക്കൂർ ആദ്യത്തെ പൈപ്പ് തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 3 ലിറ്റേഴ്സ് മാത്രമാണ്. ഈ ആദ്യത്തെ പൈപ്പ് തുറന്നു വെക്കുമ്പോൾ ഈ ടാങ്കിലേക്ക് 3 ലിറ്റേഴ്സ് വെള്ളം നിറയുന്നതിനോടൊപ്പം തന്നെ ലീക്ക് പൈപ്പും തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 2 ലിറ്റർ വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1 മണിക്കൂർ 2 പൈപ്പുകളും കൂടി തുറന്നു വെച്ചാൽ ആകെ ഈ ടാങ്കിൽ നിറയുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്. മനസ്സിലായോ? 1 ലിറ്റർ ആണ് ഇതിനകത്ത് നിറയുന്നത്. 1 മണിക്കൂറിൽ 1 ലിറ്റർ മാത്രമേ നിറയുന്നുള്ളൂ. ഇനി 1 മണിക്കൂറിന് ശേഷമാണ് ഈ ലീക്ക് ക്ലോസ് ചെയ്തത്. ഈ ലീക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം ബാക്കി ഉള്ളതെന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാണ് രണ്ടെണ്ണം കൂടി വേണ്ടുന്നത്. 1 മണിക്കൂറിൽ 2 പൈപ്പും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് 1 ലിറ്റർ മാത്രമേ ആ ടാങ്കിൽ നിറയുന്നുള്ളൂ. അതേസമയം ലീക്ക് ക്ലോസ് ചെയ്തു. ലീക്ക് ക്ലോസ് ചെയ്തപ്പം ഇനി വരുന്നത് ആകെ ഒരൊറ്റ പൈപ്പിന്റെ വർക്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതായത് ബാക്കി 5 മണിക്കൂർ, 5 മണിക്കൂറിലേക്ക് ആ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൈപ്പിന്റെ എഫിഷ്യൻസി 3 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ ചെയ്യുന്ന ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, 5/3 വരും. മനസ്സിലായോ? 5/3. അപ്പൊ ആദ്യത്തെ 1 മണിക്കൂറിൽ നമ്മൾ ആകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറും ഉണ്ട്, രണ്ടാമത്തതിന്റെ 5/3 അവേഴ്സും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരും, 8/3. എന്നിട്ട് 8/3യെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റുക, 2/3 എന്ന് വരും. അതാണ് ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് 2/3 എന്ന് പറയും. ആ 2/3യിലെ 2/3 എന്ന് പറയുന്നതിനെ മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2/3 into 60, അപ്പൊ നമുക്ക് 40 മിനിറ്റ്സ് എന്ന് കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് എഴുതിയാൽ മതി, 2 hours 40 minutes. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ. പലർക്കും പല രീതിയിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ചിലവർക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും, ചിലർക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു ഐഡിയ കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പം കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വിട്ടേക്ക്. ബാക്കി ഒന്നും കൂടി ആ പൈപ്പ് ആൻഡ് പൈപ്പിന്റെ പ്രോബ്ലം, ടാങ്കും പൈപ്പിന്റെ പ്രോബ്ലംസ് ഒക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഇതിന്റെ ആൻസർ വരുന്നത് 2 hours 40 minutes ആണ്. ഈ ലിറ്റേഴ്സ് എന്നും അവേഴ്സ് എന്നും ഒക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി കാണും. ലിറ്റേഴ്സ് എന്നായാലും അവേഴ്സ് എന്നായാലും കുഴപ്പമൊന്നുമില്ല. ടാങ്കിന്റെ ഒരു കപ്പാസിറ്റി എന്നുള്ളത് ഞാൻ പറയുന്നതേ ഉള്ളൂ. മനസ്സിലായോ? ആ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ 1 മണിക്കൂർ ആ 2 പൈപ്പുകളും തുറന്നു വെക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ പൈപ്പിൽ കൂടെ 3 ലിറ്റർ വെള്ളം അകത്തോട്ട് ടാങ്കിൽ വീഴുന്നു. പക്ഷെ ലീക്ക് പൈപ്പിൽ കൂടെ 2 ലിറ്റർ അങ്ങ് പോവുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് 1 ലിറ്റർ മാത്രമാണ് അതിൽ നിറയുന്നത്. ബാക്കി 5 മണിക്കൂർ കൊണ്ട് 5/3 ലിറ്റേഴ്സും നിറയും. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് വരിക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുകയാണ്, നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഞാനിത് ജസ്റ്റ് എന്റേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യും. ഓക്കെ. അപ്പൊ വൈസ് ഡിസിഷൻ നമ്മൾ എടുക്കണം. യാതൊരുവിധ രീതിയിലും പിടികിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ഇട്ടിങ്ങനെ അല്ലെ, നമ്മൾ സ്ട്രെയിൻ ചെയ്യാതെ അത് സ്കിപ്പ് ചെയ്ത് നമ്മൾ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഇത് മിക്ക എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ മിക്ക എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. ഇങ്ങനെ ഒരു ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും SI മെയിൻസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയേ, ഇതും SI മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 places A and B. എയും ബിയും തമ്മിലുള്ള 2 സ്ഥലങ്ങളുടെ ഡിസ്റ്റൻസ് ആണ് 100 കിലോമീറ്റർ. A car travels from A to B, covers the first 40 kilometer in an average speed of 60 kilometer per hour, and the rest of the journey in an average speed 45 kilometer per hour. What is the average speed of the car? എന്നാണ് ചോദ്യം. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. 2 സ്ഥലങ്ങളുണ്ട്, എയും ബിയും. ഈ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോമീറ്റർ.
അപ്പൊ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 കിലോമീറ്റർ. ഇനി ഒരു കാറ് എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ 100 കിലോമീറ്ററിലെ 40 കിലോമീറ്റർ ഈ കാറ് സഞ്ചരിച്ച സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ ആണ്. ശ്രദ്ധിച്ചോണം, എയിൽ നിന്നും ബിയിലോട്ട് ഒരു കാറ് സഞ്ചരിക്കുകയാണ്. ആ കാറ് ആദ്യത്തെ 40 കിലോമീറ്റർ എന്ന് പറയുന്നത് പോയ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദ ജേർണി, ക്വസ്റ്റ്യൻ നോക്കി, ബാക്കിയുള്ള ജേർണി എന്ന് പറഞ്ഞാൽ ആവറേജ് സ്പീഡ് 45 കിലോമീറ്റർ പെർ അവർ ആണ്. മനസ്സിലായി? അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ ആണ്. ഈ 100 കിലോമീറ്ററിലെ ആദ്യത്തെ 40 കിലോമീറ്റർ പോയ വേഗത സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ പെർ അവർ ആണ്. റെസ്റ്റ് ഓഫ് ദ ജേർണി എന്ന് പറഞ്ഞാൽ ബാക്കി 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പോയ സ്പീഡാണ് 45 കിലോമീറ്റർ പെർ അവർ. ഈ 60 കിലോമീറ്റർ എങ്ങനെ കിട്ടി? ഡൗട്ട് വരുന്നുണ്ടോ? ഇല്ല. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ആണ്. ഈ 100 കിലോമീറ്ററിലെ ആദ്യത്തെ ഒരു 40 കിലോമീറ്റർ പോയ വേഗതയാണ് 60 കിലോമീറ്റർ പെർ അവർ. ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദ ജേർണി, അതായത് യാത്രയുടെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം 100 കിലോമീറ്റർ ഉണ്ട്. 100ൽ 40 കിലോമീറ്റർ 60 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ബാക്കി എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 - 40. അങ്ങനെയാണ് ഈ പറഞ്ഞ 60 കിലോമീറ്റർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 45 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലാണ് സഞ്ചരിച്ചത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനകത്ത് ദൂരങ്ങൾ തമ്മിൽ വ്യത്യാസമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ, നോർമലി നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 2ab / a + b. അവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ രണ്ട് ഡിസ്റ്റൻസ്, ആദ്യം ഒരു 40 കിലോമീറ്റർ, പിന്നെ ഒരു 60 കിലോമീറ്റർ, രണ്ട് വ്യത്യസ്ത ദൂരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് കേസിലെയും ടൈം നമുക്ക് വേണം. അപ്പൊ ഇവിടുത്തെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ ടൈം വേണം. അപ്പൊ ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസിലെ ടൈമിനെ നമുക്ക് T1 എന്ന് കൊടുക്കും, അല്ലെ? ഇവിടെ ഞാൻ എഴുതുന്ന പോലെ നോക്കിക്കോണം. ആദ്യത്തെ 40 കിലോമീറ്റർ എന്ന് പറഞ്ഞ 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോയത്. അപ്പൊ അവിടുത്തെ ടൈം T1 എന്ന് പറഞ്ഞ എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അപ്പൊ 40/60. ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. ടൈം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇനി അപ്പൊ T1 എന്ന് പറഞ്ഞ 40/60. അപ്പൊ ഈ 0 വെട്ടി 4ഉം 6ഉം വെട്ടി കളയുമ്പോൾ 2/3 അവേഴ്സ് ആണ് ഫസ്റ്റ് കേസിലെ ടൈം. അതുപോലെ തന്നെ സെക്കൻഡ് കേസിലെ ടൈം നമ്മൾ കണ്ടുപിടിക്കും. 60 കിലോമീറ്റർ ദൂരത്തിൽ 45 കിലോമീറ്റർ പെർ മണിക്കൂർ ആണ് വേഗത. അപ്പൊ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ 60/45 ആണ് ടൈം. സോ ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 20, 15, 4/3 അവേഴ്സ് ആണ് T2 എന്ന് പറഞ്ഞ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം, രണ്ടിടത്തെയും സമയം നമ്മൾ കണ്ടുപിടിച്ചു. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 2/3 + 4/3. രണ്ടെണ്ണത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടോട്ട് എഴുതാം കേട്ടോ. ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 2/3 + 4/3 which is equal to 2/3 + 4/3 എത്രയാണ്? രണ്ട് സെയിം ഡിനോമിനേറ്റർ ആണ്. സോ ഡിനോമിനേറ്റർ 3 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ 4 2 6, 6/3 എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ് ടോട്ടൽ ടൈം. എളുപ്പമായില്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം 100 കിലോമീറ്റർ ആണ്. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 100/2 which is equal to 50 കിലോമീറ്റർ പെർ അവർ. 50 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതെല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കും ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ആവറേജ് സ്പീഡിന്റെ രണ്ട് ഡിസ്റ്റൻസുകളും ഡിഫറെന്റ് ആണെങ്കിൽ രണ്ടിടത്തെയും ടൈം വേണം. T1 T2 വേണം, അല്ലെ? രണ്ട് സമയങ്ങളും വേണം. അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതിനകത്തുനിന്ന് ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചാൽ മതി. ഓപ്ഷൻ സി ആണ് ആൻസർ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ യൂണിറ്റുകൾ ശ്രദ്ധിച്ചോണം. പക്ഷെ ഇവിടെ എന്തായാലും യൂണിറ്റ് ഒക്കെ സെയിം തന്നെയായിരുന്നു. ക്വസ്റ്റ്യനിലെയും ഓപ്ഷൻസിലെ യൂണിറ്റും എല്ലാം സെയിം ആണ്. ഡിസ്റ്റൻസ് കിലോമീറ്ററിലും സ്പീഡ് കിലോമീറ്റർ പെർ അവറിലും ഒക്കെ ആയിരുന്നു. ഓപ്ഷനിലും കിലോമീറ്റർ പെർ അവർ തന്നെയാണ്. അത് മാത്രമാണ് ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ യൂണിറ്റുകൾ സെയിം ആണോ എന്ന് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ്
ഓക്കെ, അടുത്തൊരു ചോദ്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മളുടെ രണ്ട് കോഴ്സസിന്റെ കാര്യം പറഞ്ഞോട്ടെ. LDC 2027 വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ. 799 ആണ് റേറ്റ് വരുന്നത്. ഇവിടെ 500+ ക്ലാസ്സസ് ഉണ്ട്. കംപ്ലീറ്റ് ട്രെയിനിങ് ആണ്. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. എക്സാം ലെവൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ടിൽ എക്സാം വരെയാണ് വാലിഡിറ്റി. പിന്നെ PDF നോട്ട്സും മറ്റ് ഡൗട്ട് ക്ലിയറൻസ് എല്ലാത്തിനും വേണ്ടി പ്രൈവറ്റ് ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പുകൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ അഫോർഡബിൾ പ്രൈസിലുള്ളൊരു കോഴ്സാണ്. അപ്പൊ LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവര് ഇപ്പോഴേ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ക്ലാസ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഇനിയും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ നിങ്ങൾ വീണ്ടും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. മീൻസ് ചെയ്യാത്തവര് ജോയിൻ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. 100+ അവർ ക്ലാസ്സസ്. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻസ് ആണ് കേട്ടോ. 100ൽ കൂടുതൽ മണിക്കൂർ ക്ലാസ്സസ് ഉണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ ആണ് വരുന്നത്. 1199 ആണ് റേറ്റ്. PYQ സെക്ഷൻസ് ആണ്. 100 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ്സസ് ഉണ്ട്. മോക്ക് എക്സാമുകൾ ഉണ്ട്. അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസുകളും കാര്യങ്ങളും ഉണ്ട്. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ജൂൺ 1 തൊട്ടാണ് PYQ ക്ലാസ്സസ് അവൈലബിൾ ആവുന്നത്. ജൂൺ 1 തൊട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. സോ ഡിഗ്രി മെയിൻസ് ഷുവർ ആയിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ LDC പ്രിപ്പയർ ചെയ്യുന്നവർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതും നമ്മുടെ SI മെയിൻസിന് ചോദിച്ചതാണ്. വിച്ച് ഈസ് ദ 10th 2-digit നമ്പർ that leaves a remainder 1 when divided by 5. അതായത് 10th 2-digit നമ്പറാണ്. 10th 2-digit നമ്പർ, 10ാമത്തെ 2-digit നമ്പറിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് 10th 1, അതായത് 10th ടേം. ആ നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കാം. മനസ്സിലായോ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരുന്ന 10ാമത്തെ 10th 2-digit നമ്പറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, AP ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2-digit നമ്പർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലെ. 2-digit നമ്പർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 10 തൊട്ടാണ് നമ്മളുടെ 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 2-digit നമ്പർ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അപ്പം ഓക്കെ, 10th 2-digit നമ്പർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അപ്പം 10th നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്പർ ആണ് 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 10th നിന്ന്. അതേസമയം വേറൊരു കണ്ടീഷനും കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 2-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും. ഈ 10 നമ്മൾ ഫസ്റ്റ് ടേം ആയിട്ട് എടുത്താൽ നമ്മളുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പൊ 10 കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത നമ്പർ ആയിട്ടുള്ള 11 എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം 11നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 ആണ് നമ്മളുടെ റിമൈൻഡർ. അപ്പം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് എന്താ വന്നിട്ടുള്ളത്? A എന്ന് പറയുന്നത് 11 ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് കേട്ടോ. AP ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10ാമത്തെ 2-digit നമ്പറാണ്. അതായത് 10th 2-digit നമ്പർ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. 10th 2-digit നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓൾറെഡി നമുക്കറിയാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചു. 2-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10ൽ നിന്നാണ് അല്ലെ. രണ്ടക്ക സംഖ്യകൾ 10, 11, 12 അങ്ങനെ പോവുകയാണ്. അതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ എടുക്കേണ്ട ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം എങ്ങനെയായിരിക്കണം? 2-digit നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരണം. അപ്പൊ 10 ആണ് നമ്മുടെ 2-digit നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ല അല്ലെ. 5ന്റെ മൾട്ടിപ്പിൾ ആണ് 10. അപ്പൊ അടുത്ത നമ്പർ എടുത്തു 11. അപ്പൊ 11 എടുത്തപ്പോ നമുക്ക് മനസ്സിലായി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ടേം എന്തായി? 11 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10th ടേം ആണ്. അതായത് A10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഒരു nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A + n-1 × D ആണെന്ന് നമുക്കറിയാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? A + n-1 × D. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 10. 10th 2-digit നമ്പർ ആണ്. 10ാമത്തെ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കുക. സോ A + n-1 × D അല്ലെ.
അപ്പൊ n എന്ന് പറയുന്ന a നമുക്കറിയാം അല്ലെ, ഇക്വേഷൻ നമുക്കറിയാം. അപ്പം a 10 ആണ്, 10ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 11 11 പ്ലസ് n എന്ന് പറഞ്ഞാൽ 10, 10 മൈനസ് 1 ഇൻറ്റു d എത്രയാണ്, d എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരുന്നത് 5 ആണ് അല്ലെ. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും, 5 ആയിരിക്കും. അടുത്ത 11 എന്ന് പറയുന്ന ടേമിന്റെ കൂടെ 5 കൂട്ടുക, 16. അപ്പൊ 16 എന്ന് പറയുന്ന ടേം വരുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, വീണ്ടും 16നെ 5 കൊണ്ട് ഹരിക്കുക, വീണ്ടും റിമൈൻഡർ 1 വരും, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ കോമൺ ഡിഫറൻസ് എന്തായിരിക്കണം, 5 ആയിരിക്കണം അല്ലെ. സോ ഇൻറ്റു 5. ഇനി എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ആഡ്, 10 മൈനസ് 1 9, 9 ഇൻറ്റു 5 45. അപ്പം 11 പ്ലസ് 45, ആൻസർ എന്ന് പറയുന്നത് 56 ആണ് ആൻസർ, 56 ആണ് ആൻസർ. ഓപ്ഷൻ ബി 56 ആണ് നമ്മളുടെ ആൻസർ, 56 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. നമുക്ക് 10th ടേം ആണ് വേണ്ടത്. അപ്പൊ 10th ടേം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും ഓപ്ഷൻ സി എന്ന് ചെയ്തുകൂടെ. ഓപ്ഷൻ സി എന്ന് ചെയ്താൽ നമ്മൾ എല്ലാ ഓപ്ഷൻസും നോക്കിക്കഴിഞ്ഞാൽ സാധ്യമല്ല, നമുക്ക് കുറെ സമയം പോകും. അങ്ങനെ ചെയ്ത് ഐഡിയ ഒക്കെ വർക്ക് ആവുന്നവരുണ്ടായിരിക്കും, പക്ഷെ ഇതല്ലേ നല്ലത്. 10th 2 ഡിജിറ്റ് നമ്പർ, 10ാമത്തെ രണ്ടക്ക സംഖ്യയാണ് കാണേണ്ടത്. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ സംഖ്യകൾ എന്ന് പറയുമ്പം 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരണം. നമുക്കറിയാം 10 2 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 10ൽ നിന്നാണ്. പക്ഷെ അവിടെ നമുക്ക് 10 ആദ്യത്തെ ടേം ആയിട്ട് എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടേം സ്റ്റാർട്ട് ചെയ്യുന്നത് a is equal to 11, 11ൽ നിന്നാണ് നമ്മളുടെ ഫസ്റ്റ് ടേം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, nth ടേമിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. a n എന്ന് പറഞ്ഞാൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പൊ a 10 10 ആണ് കണ്ടുപിടിക്കേണ്ടത്, n അറിയാം 10, a ഫസ്റ്റ് ടേം 11 കണ്ടുപിടിച്ചു, d കോമൺ ഡിഫറൻസ് d ഇവിടെ എത്ര വരും, 5. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, ഓപ്ഷൻ ബി 56. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് KS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കിക്കേ, 1.33 ഇൻറ്റു 1.33 പ്ലസ് 0.67 ഇൻറ്റു 0.67 പ്ലസ് 1.33 ഇൻറ്റു 0.67 ഇൻറ്റു 2. എന്ത് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുമോ, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും, പക്ഷെ കുറെ സമയം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ഈ എക്സ്പാൻഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം പിടികിട്ടും, 1.33 ഇൻറ്റു 1.33 അല്ലെ, a സ്ക്വയർ പ്ലസ് 0.67 ഇൻറ്റു 0.67 അതർ ടേം b സ്ക്വയർ പ്ലസ് ഇതെന്താണ്, a ഇൻറ്റു ബി ഇൻറ്റു 2, അതായത് 2ab. ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്, a പ്ലസ് ബി ദി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് അല്ലെ. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഇവിടുത്തെ a എന്ന് പറയുന്നത് ടേം 1.33 ആണ്, b എന്ന് പറയുന്ന ടേം 0.67 ആണ്. എന്നിട്ട് ഇവിടെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചാൽ പോരെ. ഈ പറയുന്നത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab യുടെ എക്സ്പാൻഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ. a എന്ന് പറഞ്ഞാൽ 1.33, b എന്ന് പറഞ്ഞാൽ 0.67, ഇതിന്റെ സ്ക്വയർ എടുത്താൽ മതി കേട്ടോ. അപ്പൊ 1.33 പ്ലസ് 0.67 എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ആണ് ആൻസർ, അതായത് 2ന്റെ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഒക്കെ കിട്ടും, പക്ഷെ കുറെ സമയം പോവും. അതിനെക്കാട്ടിലും നല്ലത് ആ ഒരു എക്സ്പാൻഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി a സ്ക്വയർ b സ്ക്വയർ 2ab. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ, a എന്ന് പറഞ്ഞാൽ 1.33, b എന്ന് പറഞ്ഞാൽ 0.67. സോ ആൻസർ എത്രയാണ്, 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും KSന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 72% ഓഫ് 25 സ്റ്റുഡൻസ് ആർ ഗുഡ് ഇൻ മാത്സ്, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ബാഡ് ഇൻ മാത്തമാറ്റിക്സ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ. 25 മൊത്തം 25 കുട്ടികളുണ്ട്, 25 സ്റ്റുഡൻസിലെ 72% എന്ന് പറയുന്നത് ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്, അതായത് മാത്സ് എന്ന സബ്ജക്റ്റിൽ വളരെ ഗുഡ് ആണ്, അവർക്ക് അറിയാം, ബെറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്സിൽ തീരെ വീക്ക് ആയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് ചോദിക്കുക. എന്താണ് അപ്പം മാത്സിൽ ഗുഡ് ആയിട്ടുള്ളവരുടെ എണ്ണം എത്രയാണ്, മൊത്തം 75 കുട്ടികളുണ്ട്. ആ 25 കുട്ടികളിലെ 72% എന്ന് പറയുന്നത് മാത്സിൽ ഗുഡ് ആണ്. അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി, 72% ഓഫ് 25 സ്റ്റുഡൻസ്, 25 കുട്ടികളിലെ 72% കുട്ടികൾ എന്ന് പറഞ്ഞാൽ മാത്സ് സബ്ജക്റ്റിൽ ഗുഡ് ആണ്.
അപ്പം എത്ര പേര് ബാഡ് ആണ്, വീക്ക് ആണെന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഗുഡ് ആയിട്ടുള്ളവരുടെ കണ്ടുപിടിക്കാം. അപ്പം 72% ഓഫ് 25 ചെയ്താൽ പോരെ. അപ്പൊ ഇവിടെ നമുക്ക് 18 കുട്ടികള് മാത്സില് ഗുഡ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്സിൽ വീക്ക് ആയിട്ടുള്ളവർ എത്രയാണ്? മൊത്തം 25 കുട്ടികളുണ്ടല്ലേ. 25 കുട്ടികളിൽ 18 പേര് ഗുഡ് ആണ്. അപ്പം ബാഡ് ആയിട്ടുള്ളവരുടെ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? 25 മൈനസ് 18. ഓപ്ഷൻ ഡി 7 ആണ് ആൻസർ. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയ അശ്രദ്ധ കൊണ്ടൊന്നും തെറ്റിക്കരുത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി 7 ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് ഫേസ് 2 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതിൽ ചില ടഫ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നമ്മൾ എടുത്തുകൊണ്ട് വന്നേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. 1/2 into 3 plus 1/3 into 4 plus 1/4 into 5 plus 1/5 into 6 plus etc plus 1/9 into 10. അപ്പൊ ഇതൊരു സീരീസ് ആണ്. ഇതിനെ നമുക്ക് ടെലസ്കോപ്പിംഗ് സീരീസ് എന്നൊക്കെ വിളിക്കാം. അപ്പൊ അതിന്റെ അത്രയൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഈ ടെലസ്കോപ്പിംഗ് സീരീസ് എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അതായത് ആ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 1/n into n+1 എന്നുള്ള സ്ട്രക്ചർ ആണ്. 1/n into n+1. ഇപ്പൊ ആദ്യത്തെ ഒരു ഇത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ 1/2 into 3 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. 1/2 into 2+1 എന്നുള്ള ഒരു ഫോർമാറ്റിലല്ലേ കൊടുത്തിരിക്കുന്നത്. 1/n, n എന്ന് പറഞ്ഞാൽ അവിടെ 2 ആണ്. അടുത്തത് into n+1 എന്ന് പറയുമ്പോൾ ഏത് ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്? 2+1. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയല്ലേ 1/9 into 10 വരെയും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 1/n into n+1 എന്ന് പറഞ്ഞാൽ 1/n മൈനസ് 1/n+1 ആണ്. അപ്പൊ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇനി വന്നാല് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഇത് കേട്ടോ. 1/n into n+1 എന്ന് പറഞ്ഞാൽ 1/n മൈനസ് 1/n+1. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പൊ ഓരോന്നിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ 1/2 into 3 നമുക്ക് എങ്ങനെ എഴുതാം? 1/2 മൈനസ് 1/n+1, അതായത് 1/2+1. പിന്നെ ബ്രാക്കറ്റ് കൊടുത്തോളൂ. പ്ലസ് അടുത്തതിനെ നമ്മൾ എങ്ങനെ എഴുതാം? അതേപോലെ 1/3 മൈനസ് 1/n+1, അതായത് 1/4 പ്ലസ് ഇനി 1/4 മൈനസ് 1/5. ആ ഒരു രീതിയിലാണ് ഇതിങ്ങനെ പോകുന്നത് കേട്ടോ. ഇൻറ്റു 1/5 മൈനസ് 1/6. പിന്നെ അടുത്തതും ഇവിടെ ഉണ്ട്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ആ ഒരു പ്രോബ്ലത്തിന്റെ ലോജിക്ക് പിടികിട്ടാൻ വേണ്ടി ഫുൾ അങ്ങ് എഴുതാം. 1/7 അഗെയിൻ ഇവിടെ ആരൊക്കെ ഉണ്ട്? 1/7 മൈനസ് 1/8 പ്ലസ് 1/8 മൈനസ് 1/9. ലാസ്റ്റ് വരുമ്പോ 1/9 മൈനസ് 1/10. ഇങ്ങനെയാണ് ആ സീരീസിന്റെ എക്സ്പാൻഷൻ. ഏത് രീതിയിലാണ് എക്സ്പാൻഡ് ചെയ്തത്? 1/n into n+1 എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എക്സ്പാൻഷൻ കൊടുത്തിട്ടുള്ളത്. സോ 1/n into n+1 എന്ന് പറഞ്ഞാൽ 1/n മൈനസ് 1/n+1 എന്നാണ് അതിന്റെ റിലേഷൻ വരുന്നത്. സോ 1/2 into 3 അതല്ലേ? ആ ഒരു രീതിയിലല്ലേ വന്നേക്കുന്നത്. 1/2 into 2+1, അതായത് 1/n into n+1. അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? 1/n മൈനസ് 1/n+1, അതായത് 1/2 into 3 നമ്മൾ എങ്ങനെ എഴുതും? 1/2 മൈനസ് 1/n+1 ആണ്. അപ്പൊ 1/2+1, അതായത് 1/2 മൈനസ് 1/3. അതുപോലെ തന്നെയാണ് 1/9 into 10. ഇവിടം വരെയും ഇതേപോലെയാണ്. അപ്പൊ 1/2 മൈനസ് 1/3 പ്ലസ് അടുത്തത് 1/3 into 4 എങ്ങനെ വരും? 1/3 മൈനസ് 1/4, അതായത് 1/n മൈനസ് 1/n+1. അങ്ങനെ എഴുതി വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നെഗറ്റീവ് നമ്പരും പോസിറ്റീവ് നമ്പരും കൂടെ ചേരുമ്പം അതങ്ങ് 0 ആയിട്ടും. ഇവിടെ നോക്കിയാൽ മൈനസ് 1/3 പ്ലസ് 1/3 ഉണ്ട്. അപ്പൊ ഈ മൈനസും ഈ പ്ലസും അങ്ങ് വെട്ടിപ്പോവും. അതുപോലെ ഇവിടെ മൈനസ് 1/4 പ്ലസ് 1/4 വെട്ടും. അതുപോലെ മൈനസ് 1/5 പ്ലസ് 1/5 മൈനസ് 1/6 പ്ലസ് 1/6 മൈനസ് 1/7 പ്ലസ് 1/7 മൈനസ് 1/8 പ്ലസ് 1/8 മൈനസ് 1/9 പ്ലസ് 1/9. ഇതെല്ലാം അങ്ങ് വെട്ടിപ്പോവും.
ആ ബ്രാക്കറ്റ് അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇല്ല, നിങ്ങൾ അടുപ്പിച്ച് അങ്ങ് എഴുതി വെച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള രീതി ഇട്ടതാണ്. ഇടയ്ക്ക് പ്ലസിന്റെ സൈൻ അല്ലേ വന്നേക്കുന്നത്, അപ്പൊ വലിയ പ്രശ്നമില്ല. ലാസ്റ്റ് വരുമ്പോ എന്തേ ഉള്ളൂ, 1/2 മൈനസ് 1/10 ഇത് മാത്രമേ ഉള്ളൂ ലാസ്റ്റ്. ഇതങ്ങ് സോൾവ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 മൈനസ് 2/20 അതായത് 8/20. 8/20 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 2/5 ആണ് നമ്മളുടെ ആൻസർ. 2/5 അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഒന്നുകൂടി ഇവിടോട്ട് എഴുതി കാണിക്കാം. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് 1/2 മൈനസ് 1/10 മാത്രമേ ഉള്ളൂ. ഇതിനെ സോൾവ് ചെയ്യുക. 10 മൈനസ് 2/20 വിച്ച് ഈസ് ഈക്വൽ ടു 8/20. 8/20 വെട്ടിക്കളയുമ്പോൾ 2/5. അപ്പം ഇതാണ് എക്സ്പാൻഷൻ. ഈ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ ചെയ്യുന്നത്. ഓപ്ഷൻ സി 2/5 ആണ് ആൻസർ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ, കുറെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും. എന്നാലും റിവിഷൻ ടൈപ്പ് റിവിഷന് വേണ്ടി കൊണ്ടുവന്നതാണ്. ചിലപ്പോൾ ഇത് ഇങ്ങനെ ചോദിച്ചു കളയാം കേട്ടോ. അതായത് വേണമെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ചോദിച്ചു കളയാം. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് ചോദിക്കാം. 1/6 പ്ലസ് 1/12 പ്ലസ് 1/20 എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിലപ്പം എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഈ രണ്ട് നമ്പേഴ്സ് ഡിനോമിനേറ്ററിലുള്ള രണ്ട് നമ്പേഴ്സ് ചിലപ്പം പ്രോഡക്റ്റ് അങ്ങ് തരും. ഇപ്പൊ 1/2 into 3ക്ക് പകരം ചിലപ്പോൾ 1/6 പ്ലസ് 1/12 പ്ലസ് 1/20 1/30 ഇങ്ങനെ അങ്ങ് തരും. അപ്പോഴും നിങ്ങൾ ഈ ഒരു സീരീസിന്റെ കാര്യം ഓർക്കുക. ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. 1/n into n+1 എന്നുള്ള ഫോർമാറ്റില് എഴുതാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകണം. ആ ഒരു രീതിയിലും ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എക്സ്പോണൻസ് ആണ് കേട്ടോ. എക്സ്പോണൻസും കുറെ എക്സാമിനൊക്കെ ഇപ്പം ചോദിക്കുന്നുണ്ട്. ക്യൂബ് റൂട്ട് ഓഫ് എ ബി ഇൻറ്റു 6th റൂട്ട് ഓഫ് എ റൈസ് ടു 4 ഇൻറ്റു ബി റൈസ് ടു 4. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് എ ബി ഇൻറ്റു 6th റൂട്ട് ഓഫ് എ റൈസ് ടു 4 ഇൻറ്റു ബി റൈസ് ടു 4 ആണ്. ഇതിനെ നമുക്ക് എന്തെഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് എ ബിയെ നമുക്ക് എ ബി ദ ഹോൾ റൈസ് ടു 1/3 എന്ന് എഴുതാം. ഇവിടെ ഞാനൊരു കുത്തിടുക എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ 6th റൂട്ട് ഓഫ് എ റൈസ് ടു 4 ബി റൈസ് ടു 4 എങ്ങനെ എഴുതാം? എ റൈസ് ടു 4 ഇൻറ്റു ബി റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ദ ഹോൾ റൈസ് ടു 1/6 എന്ന് എഴുതും അല്ലെ. ഹോൾ റൈസ് ടു 1/6 എന്ന് എഴുതും. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വെളിയിലൊരു പവർ ഉണ്ടെങ്കിൽ അതിനകത്ത് കിടക്കുന്ന രണ്ട് നമ്പേഴ്സിനും ആ പവർ ബാധകമാണ് അല്ലെ. ഹോൾ പവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി ദ ഹോൾ റേസ് ടു 1/3 എന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എക്കും 1/3 ബാധകമാണ്, ബിക്കും 1/3 ബാധകമാണ്. അപ്പൊ നമുക്ക് അതിന് ഇങ്ങനെ എഴുതിക്കൂടെ? എ റേസ് ടു 1/3 ഇൻറ്റു ബി റേസ് ടു 1/3 ഇൻറ്റു അതുപോലെ തന്നെ ഇവിടെ എ റേസ് ടു 4 ഇൻറ്റു 1/6 ഇൻറ്റു ബി റേസ് ടു 4 ഇൻറ്റു 1/6. എന്ത് ചെയ്താൽ മതി? ഈ 4ഉം ഈ 6ഉം കൂടെ വെട്ടുമ്പോ ഇവിടെ 2 ഇവിടെ 3, ഇവിടെയും 2 ഇവിടെയും 3. പിന്നെ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. എ റേസ് ടു 1/3 ഇൻറ്റു ബി റേസ് ടു 1/3 ഇൻറ്റു എ റേസ് ടു 2/3 ഇൻറ്റു ബി റേസ് ടു 2/3. ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എയുടെ ടേംസ് എല്ലാം ഒരുമിച്ച് നമുക്ക് എഴുതാം അല്ലെ. എ റേസ് ടു 1/3 ഇൻറ്റു എ റേസ് ടു 2/3. ഇവിടെ എ ആണ്. എയുടെ ടേം ഒരുമിച്ച് അങ്ങ് എഴുതാം. എയുടെ ടേം ഒരുമിച്ച് എഴുതുമ്പോൾ ഇവിടെ എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു എ റേസ് ടു 1/3 ഇൻറ്റു എ റേസ് ടു 2/3 ഇൻറ്റു ബി റേസ് ടു 1. അതുപോലെ ബിയുടെ ടേമിനെ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇനി നമുക്കറിയാവുന്ന ഒരു എക്സ്പാൻഷൻ ആണ് അല്ലെ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണല്ലോ. അപ്പം ഇവിടെ നമുക്ക് ബേസ് രണ്ടും സെയിം ആണ്. അപ്പം പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഈ ഒരു സൈഡിലോട്ട് എഴുതുകയാണ് കേട്ടോ. ഇതിന്റെ ബാക്കി ഞാൻ ഇവിടോട്ട് എഴുതുകയാണ്. അപ്പം എ റേസ് ടു 1/3 ഇൻറ്റു എ റേസ് ടു 2/3 എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ഇൻറ്റു ബി റേസ് ടു അതേ സെയിം ബേസ് ആണ്. അപ്പൊ പവർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇനി എന്താ നോക്കിക്കേ, രണ്ട് സെയിം ഡിനോമിനേറ്റർ. 1/3 പ്ലസ് 2/3 എന്ന് പറയുമ്പോൾ രണ്ടും സെയിം ഡിനോമിനേറ്റേഴ്സ് ആണ്. സോ എന്ത് ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് കൂട്ടുക. അപ്പൊ എ റേസ് ടു 3/3 എന്ന് വരും. ഈ എ റേസ് ടു 3/3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എ റേസ് ടു 1. അതുപോലെ തന്നെ ബിയുടെ കേസിലും 3/3 ആണ്. അപ്പൊ എ റേസ് ടു 1 ഇൻറ്റു ബി റേസ് ടു 1 വിച്ച് ഈസ് ഈക്വൽ ടു എ ബി. ഇത്രേ ഉള്ളൂ. ഇതും അന്ന് എക്സാമിന് എല്ലാവരും ചെയ്ത് കാണും അല്ലെ. എ ബി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനി എക്സാം എഴുതാൻ പോകുന്നവരെ ഇത്തരത്തിലുള്ള എക്സ്പോണൻസുകളും ഇക്വേഷൻസും ഒക്കെ ഒന്ന്
നോക്കിയിട്ട് പോവാ കേട്ടോ. അപ്പം എ ബി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ഗണിത പുരോഗതിയുടെ ആറാമത്തെ പദം 12 ആണെങ്കിൽ ഒരു ഗണിത പുരോഗതിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക, അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. AP ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആറാമത്തെ പദം തന്നിട്ടുണ്ട്. ഈ ആറാമത്തെ പദം എന്ന് പറഞ്ഞാൽ 6th ടേം, അതായത് A6 നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 12. അങ്ങനെയാണെങ്കിൽ ഇതേ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആദ്യത്തെ 11 പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ nth ടേം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AN is equal to A plus n-1 into d. അപ്പൊ A6 എന്ന് പറഞ്ഞാൽ എന്താ തന്നിരിക്കുന്നത്? A പ്ലസ് അല്ലെ, n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 minus 1 into d ആണ് ഈ പറയുന്ന 12. അതായത് A plus 5d ആണ് ഈ പറയുന്ന 12. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ 11 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് സം ഓഫ് 11 ടേംസ്. നമുക്കറിയാം n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? n/2 into 2a plus n-1 into d ആണ് സം ഓഫ് nth ടേംസ് കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n/2 into 2a plus n-1 into d. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 11 ടേംസിന്റെ സമ്മാണ്, അതായത് S11. അപ്പം n/2, n എന്ന് പറഞ്ഞാൽ 11 into 2a plus n എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പൊ 11 minus 1 into d. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ നമുക്കറിയാം 11/2 into 2a plus 11 minus 1 എന്ന് പറഞ്ഞാൽ 10d ആണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? അതിന്റെ ബാക്കി സ്റ്റെപ്പ് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ് കേട്ടോ, ഈ ഒരു സൈഡിൽ എഴുതുക. വിച്ച് ഈസ് ഈക്വൽ ടു 11/2 into ഒരു 2 നമ്മൾ ഇവിടെ കോമൺ എടുക്കുക. 2a plus 10d യിൽ നിന്നും ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു 2 കോമൺ എടുത്താൽ ബാക്കി നമുക്ക് വരുന്നത് a plus 5d ആണ്. അപ്പം ഈ 2ഉം വെട്ടിപ്പോവും. ബാക്കി എന്തേ ഉള്ളൂ? 11 into a plus 5d എന്ന് പറയുന്നതാണ് 12, വിച്ച് ഈസ് ഈക്വൽ ടു 11 into 12 132 അല്ലേ? ഇവിടെ നമ്മൾ 2 വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 2a plus 10d യിൽ നിന്നും ഒരു 2 വെളിയിലോട്ട് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് a plus 5d ആണ് കിട്ടിയത്. അപ്പൊ ഈ a plus 5d എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരുന്നു? 12ന് ഈക്വൽ ആയിരുന്നു. അപ്പൊ അത് അവിടെ നമ്മൾ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 11 into 12, ഓപ്ഷൻ ബി 132 ആണ് നമ്മൾ ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ ഇതും എല്ലാവർക്കും 2 ഇക്വേഷൻസ് അറിയാമെങ്കിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇനി അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് സയൻസ് പരീക്ഷകളിൽ ലഭിച്ച മാർക്ക് 3:2 എന്ന അനുപാതത്തിലും സയൻസ് ചരിത്രം എന്നിവ 3:5 എന്ന അനുപാതത്തിലുമാണ്. ശരാശരി മാർക്ക് 25 ആണെങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് കണ്ടെത്തുക. അതും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമുക്കറിയാം ഇംഗ്ലീഷും സയൻസും തമ്മിലുള്ള മാർക്കിന്റെ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 3:2. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇംഗ്ലീഷും സയൻസും 3:2. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സയൻസും ഹിസ്റ്ററിയും തമ്മിലുള്ള മാർക്കിന്റെ പ്രപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട് 3:5. അപ്പൊ ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സയൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്കറിയാം പ്രപ്പോർഷനകത്ത് A:B ഒരു റേഷ്യോ തരുന്നു, B:C ഒരു റേഷ്യോ തരുമ്പോൾ നമ്മൾ അതിനെ A:B:C എന്നും പറഞ്ഞ് കോമൺ ആയിട്ട് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഇംഗ്ലീഷ് സയൻസ് ഹിസ്റ്ററി എന്നും പറഞ്ഞൊരു റേഷ്യോ ഉണ്ടാകും. അപ്പൊ നമ്മളത് എന്താ ചെയ്യുന്നത്? കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ളത് സയൻസ് ആണ്. അപ്പൊ സയൻസിന്റെ സ്ഥാനത്തുള്ള നമ്പർ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് കോമൺ ആക്കും അല്ലെ? ഇവിടെ സയൻസിന്റെ സ്ഥാനത്ത് ഫസ്റ്റ് കേസിൽ ഈ രണ്ടാമത് 3 ആണ് വരുന്നത്. അപ്പൊ ഈ 3:5 3 വെച്ചിട്ട് ആദ്യത്തെ രണ്ടെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3 into 3 9:6. ഓക്കെ, അടുത്ത എന്താണ്? ഇവിടെ 2 ആണ് അല്ലെ? ഇംഗ്ലീഷ് സയൻസ് എന്ന് പറയുന്ന റേഷ്യോയ്ക്കകത്ത് 2 ആണ് ഇവിടുത്തെ നമ്പർ. അപ്പൊ ആ 2 കൊണ്ട് താഴത്തെ രണ്ടെണ്ണത്തിനെയും കൂടെ ഗുണിക്കുക. അപ്പൊ 2 into 3 6 തന്നെയാണ്.
2 into 5 10. ഇവിടെ എന്താണ് സയൻസ് എന്ന് പറയുന്നത് രണ്ടും കോമൺ ആയി 6 ആയിട്ട് മാറും. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് മൂന്നെണ്ണത്തിനും ചേർന്നിട്ടുള്ള ഒരു പ്രപ്പോർഷൻ കിട്ടി 9:6:10. അപ്പൊ നമുക്ക് മൂന്ന് സബ്ജക്റ്റുകളുടെ മാർക്കിനെ 9x എന്നും 6x എന്നും 10x എന്നും എഴുതാം അല്ലെ. ഇംഗ്ലീഷിന്റെ മാർക്ക് 9x എന്നും സയൻസിന്റെ മാർക്ക് 6x എന്നും ഹിസ്റ്ററിയുടെ മാർക്ക് 10x എന്നും നമുക്ക് എഴുതാം. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ഉയർന്ന മാർക്കാണ്. അതായത് ഇതിനകത്ത് ഏറ്റവും ഉയർന്ന മാർക്ക് ഏതാണ്? 10x ആണ് ഉയർന്ന മാർക്ക്. പക്ഷെ നമുക്ക് എക്സിന്റെ വാല്യൂ വേണം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് വിഷയങ്ങളുടെയും ശരാശരി മാർക്ക്, അതായത് ആവറേജ് മാർക്ക് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന്? 25 ആണ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂന്ന് സബ്ജക്റ്റുകളുടെ മാർക്ക് 9x 6x 10x എന്ന് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അപ്പൊ ആവറേജ് നമുക്കറിയാം. ഇതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുക അല്ലെ. 9x plus 6x plus 10x divided by 3 equal to 25. ഇതിനകത്തുനിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 9x plus 6x എത്രയാണ്? 15. 15 പ്ലസ് 10 എത്രയാ? 25x ആണല്ലോ. സോ 25x എന്ന് പറയുന്നത് 25. ഈ 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 75 കേട്ടോ. അപ്പൊ x എന്ന് പറഞ്ഞാൽ 75/25. x ഈസ് ഈക്വൽ ടു 3. x എന്ന് പറഞ്ഞാൽ 3. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ഉയർന്ന മാർക്കാണ് അല്ലെ. അപ്പൊ ഉയർന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഉയർന്ന മാർക്ക് ഹയസ്റ്റ് മാർക്ക് വേണം. ഉയർന്ന മാർക്ക് എന്ന് പറയുന്നത് 10x ആണ്. അപ്പം എക്സിന്റെ വാല്യൂ 3. അപ്പൊ 10 into 3 എത്രയാണ്? 30. ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി 30 ആണ് നമ്മളുടെ ആൻസർ. ഇനി നോക്കിക്കോ. അതുപോലെ നമ്മൾ വേറൊരു കോഴ്സ് പറയട്ടെ. ഡിഗ്രി മെയിൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻസ് വരുന്ന ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞത്. ഇത് വരുന്നത് ഡിഗ്രി മെയിൻസ് ലക്ഷ്യം മീൻസ് ഡിഗ്രി മെയിൻസ് കോൺഫിഡന്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള കോഴ്സാണ്. 600+ അവർ ക്ലാസ്സസ് ആണ് അല്ലെ. പ്രിലിംസ് ഒക്കെ കഴിഞ്ഞു, മെയിൻസിലേക്ക് വരും എന്ന് നമുക്കറിയാവുന്ന സെക്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടും. അതുപോലെ എല്ലാവർക്കും കിട്ടും. ആ ഒരു രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. phase 3 എഴുതാൻ പോകുന്നവര് പ്രിലിംസ് പാസ് ആവണം എന്നുള്ള രീതിയിൽ തന്നെ എക്സാമിനെ കാണണം കേട്ടോ. സോ 600+ അവർ ക്ലാസ്സസ് വരും. അപ്പൊ ഇതിനകത്ത് 1999 ആണ് റേറ്റ് വരുന്നത്. സബ്ജക്ട് സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്. ഇപ്പൊ 500+ അവർ ക്ലാസ്സസ് ആണ് ഇതിൽ വരുന്നത്. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ PYQ സെക്ഷൻസും 100+ അവർ ക്ലാസ്സസും ഇതിനകത്തുണ്ട്. പിന്നെ മോക്ക് എക്സാം സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആണ് കേട്ടോ. ഇതിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 100 മാർക്കിന്റെ ക്ലാസ്സസ് കൂടാതെ മെയിൻ ആയിട്ടുള്ള സിലബസ് വൈസ് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസും ഉണ്ട് കേട്ടോ. 500+ അവർ ക്ലാസ്സസ് ആണ്. ഇതിന് 6 month വാലിഡിറ്റി ആണ് വരുന്നത്. ജൂൺ 1 തൊട്ട് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. 1999 ആണ് റേറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഗ്രി phase 3 എഴുതാൻ പോകുന്നവരൊക്കെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നോക്കി. നമുക്ക് phase 1 phase 2 എഴുതിയവർക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് ഐഡിയ അറിയാമല്ലോ. ഞാൻ പ്രിലിംസിൽ പാസ് ആകും അല്ലെങ്കിൽ ലിസ്റ്റിൽ പ്രിലിംസ് ഞാൻ കടക്കും എന്നുള്ള ഒരു ഐഡിയ ഉള്ളവരുണ്ട്. അതുപോലെ ഇനി വരുന്ന എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യുന്നവര് മീൻസ് ഡിഗ്രി ലെവൽ എക്സാമുകൾ മുന്നോട്ട് വരുന്നുണ്ട്. എന്ത് ചെയ്യുക, അതനുസരിച്ചിട്ട് ഇപ്പം മെയിൻസിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ആരൊക്കെ ലിസ്റ്റിൽ വരും എന്നുള്ള നമുക്ക് അറിയില്ല. കട്ട് ഓഫ് എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല. ഇനി ഒരു phase 3 എക്സാം ഉണ്ട്. അപ്പം ഏകദേശം ഒരു ഐഡിയ മീൻസ് കോൺഫിഡന്റ് ആയിട്ടുള്ളവരൊക്കെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനിയിപ്പം നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കിക്കേ. ഇനിയിപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2023 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അന്നത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് ചോദിച്ച മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ, എളുപ്പമുള്ള 10 ചോദ്യങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ വലിയ കാൽക്കുലേഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത, പെട്ടെന്ന് എല്ലാവർക്കും ഒരേപോലെ മീൻസ് ആവറേജ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അന്ന് മെയിൻസിന് ചോദിച്ചത് 2023. അപ്പൊ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനും കുറച്ച് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനും ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിമെമ്പർ ചെയ്യാമല്ലോ. ചിലപ്പോൾ എളുപ്പത്തിൽ ചോദിക്കാം, ഡിഫിക്കൽട്ട് ആക്കാം, മിക്സഡ് ആക്കാം, ഏത് രീതി വേണേലും ചോദിക്കാം. അപ്പൊ നോക്കിക്കേ, ഒരു സമാന്തര ശ്രേണിയുടെ 7 പദത്തിന്റെ 7 മടങ്ങ് ഒരു സമാന്തര ശ്രേണിയുടെ
ഏഴാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങ് തുല്യമാണെങ്കിൽ 18ാം പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? സമാന്തര ശ്രേണിയാണ്. അപ്പൊ നമുക്കറിയാം ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴാം പദത്തിന്റെ 7 മടങ്ങും 11ാം പദത്തിന്റെ 11 മടങ്ങും. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ an എന്ന് പറഞ്ഞാൽ a പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഏഴാം പദം. ഏഴാം പദത്തിനെ നമുക്ക് a7 എന്ന് പറഞ്ഞ എങ്ങനെ എഴുതാം? a പ്ലസ് 7-1 ഇൻറ്റു d, അതായത് a പ്ലസ് 6d. ഓക്കെ, ഇനി 11ാം പദം. 11ാം പദം എന്ന് പറഞ്ഞാൽ a11 എന്ന് പറഞ്ഞാൽ a പ്ലസ് 11-1 ഇൻറ്റു d, അതായത് a പ്ലസ് 10d. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് എഴുതി വെച്ചു. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നേ? പദത്തിന്റെ 7 മടങ്ങ് അതിന് 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ പദത്തിന്റെ 7 മടങ്ങ് 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണോ നോക്കണം. അതായത് ഏഴാം പദത്തിന്റെ 7 മടങ്ങ്. അപ്പം 7 മടങ്ങെന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു a പ്ലസ് 6d എന്ന് പറയുന്നത് 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണ്. അതായത് 11 ഇൻറ്റു a പ്ലസ് 10d. ഇനി ഇതൊന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതി കേട്ടോ. 7a പ്ലസ് 42d ഇസ് ഈക്വൽ ടു 11a പ്ലസ് 110d. ഇതെല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി ചെയ്താൽ മതി. അപ്പൊ ഈ 7a അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 4a പ്ലസ് ഈ 42d അപ്പുറത്ത് പോകുമ്പോൾ 110 42 കുറയ്ക്കുമ്പോൾ 68d. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇതിനെ ഒന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടി ചെറുതാവും. അപ്പം 0/4 ഈസ് ഈക്വൽ ടു 4a/4a. a 68/4 എന്ന് പറഞ്ഞാൽ 68/4 എന്ന് പറയുന്നത് 17 ആണ്. അപ്പൊ a പ്ലസ് 17d which is equal to 0/4 എത്രയാണ്? 0. ഈ a പ്ലസ് 17d എന്ന് പറയുന്നതല്ലേ നമ്മളുടെ a18 18ാം പദം അല്ലേ? a18 എന്ന് പറഞ്ഞാൽ a പ്ലസ് 18-1 ഇൻറ്റു d അല്ലെ? a പ്ലസ് n-1 ഇൻറ്റു d. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ a പ്ലസ് 17d, അതായത് 18ാം പദം. 18ാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ് കേട്ടോ. അപ്പൊ 18ാം പദത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി 0 ആണ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ഡി 0 ആണ് നമ്മളുടെ ആൻസർ വന്നേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. If we choose 4 numbers, then the average of the first 3 will be 16 and that of last 3 is 15. If the last number is 18, then the first number will be. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ 4 നമ്പേഴ്സ് എടുക്കുകയാണ്. ഇപ്പം 4 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എ ബി സി ഡി എന്ന് പറഞ്ഞ് 4 നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്തു. ഇഫ് വി ചൂസ് 4 നമ്പേഴ്സ് നമ്മളുടെ കയ്യിലാണ്, നമ്മൾ 4 നമ്പേഴ്സ് എടുക്കുന്നു. ദെൻ ദ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 3, ആദ്യത്തെ 3 എണ്ണത്തിന്റെ ആവറേജ് എന്ന് പറയുന്നത് 16 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 3 16 ആണ്. അപ്പം ആദ്യത്തെ 3 എണ്ണത്തിന്റെ ആവറേജ്, അതായത് a പ്ലസ് ബി പ്ലസ് സി ബൈ 3, 3 എണ്ണത്തിന്റെ ആവറേജ് 16 ആണ്. മനസ്സിലായോ? അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പം ആവറേജ് 16 ആവണമെങ്കിൽ a പ്ലസ് ബി പ്ലസ് സി ബൈ 3 ആണ് 16. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും? a പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 3 എത്രയാണ്? 48. അപ്പൊ ആദ്യത്തെ 3 നമ്പേഴ്സിന്റെ തുക നമുക്ക് കിട്ടി 48 ആണ്. ഇനി ആൻഡ് ദാറ്റ് ഓഫ് ലാസ്റ്റ് 3, അതുപോലെ തന്നെ അവസാനത്തെ 3 എണ്ണത്തിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 15. അവസാനത്തെ ലാസ്റ്റ് 3 എണ്ണം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബി പ്ലസ് സി പ്ലസ് ഡി. ഈ 3 എണ്ണത്തിന്റെയും ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 15. അപ്പൊ ഇവിടെ നിന്നും നമുക്ക് മറ്റൊരു കാര്യം കിട്ടുന്നു. ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് 15 ഇൻറ്റു 3 അല്ലേ? 45. ഇത്രയും കാര്യങ്ങൾ ഓക്കെ. കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇഫ് ലാസ്റ്റ് നമ്പർ ഈസ് 18, ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡി അല്ലെ? ലാസ്റ്റ് നമ്പർ ഡി ആണ്. ഡി എന്ന് പറയുന്നത് 18 ആണെന്ന് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എ എന്ന് പറയുന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചു, ബി പ്ലസ് അല്ലെ, ഇത് ഇവിടോട്ട് എഴുതുകയാണെ, ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് 45 നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ പറയുന്നത് 18 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ബി പ്ലസ് സി പ്ലസ് ഡിക്ക് 18 കൊടുക്കുന്നു. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് മറ്റൊരു കാര്യം കിട്ടും, എന്താണ്, ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 48 മൈനസ് 15 നമുക്ക് കിട്ടും. 48 45 സോറി തിരിഞ്ഞുപോയി. ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ 45 മൈനസ് 18. അപ്പൊ 45 മൈനസ് 18 എന്ന് പറയുമ്പോൾ 27. അപ്പൊ ബി പ്ലസ് സി കിട്ടി. നമുക്കിനി എന്താ വേണ്ടുന്നത്, ഫസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എ ആണ് വേണ്ടത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ഇവിടെ ഓൾറെഡി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 48. ഇവിടെ നമുക്ക് ബിയും സിയുടെയും വാല്യൂ നമുക്കറിയാം. എ പ്ലസ് 27 ഇസ് ഈക്വൽ ടു 48. അപ്പൊ ഇതിനകത്തുനിന്ന് എ കിട്ടത്തില്ലേ? എ എന്ന് പറയുമ്പം എന്താ, ഇവിടോട്ട് ഞാൻ എഴുതാമേ, ഇതിന്റെ ബാക്കി ഇതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എ എന്ന് പറയുമ്പോൾ 48 മൈനസ് 27. 48 മൈനസ് 27 എത്രയാണ്? 21. ഓപ്ഷൻ ബി 21. വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല. ഇഫ് യു ചൂസ് 4 നമ്പേഴ്സ്, നമ്മൾ 4 നമ്പേഴ്സ് ചൂസ് ചെയ്യുന്നു, എ ബി സി ഡി. ആവറേജ് ഓഫ് ദ ഫസ്റ്റ് 3, ആദ്യത്തെ 3 എണ്ണത്തിന്റെ ആവറേജ്, അതായത് എ ബി സി എന്ന് പറയുന്നതിന്റെ ആവറേജ് 16. അപ്പൊ നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതി, എ പ്ലസ് ബി പ്ലസ് സി 3 എണ്ണം ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 16. അവിടെ നിന്ന് നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി തുക കിട്ടി. 16 into 3 48. വളരെ ബേസിക് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ, ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അതുപോലെ തന്നെ ആൻഡ് ദാറ്റ് ഓഫ് ലാസ്റ്റ് 3 എന്ന് പറയുമ്പോൾ അവസാനത്തെ 3 എണ്ണത്തിന്റെ ആവറേജ് 15, അതായത് ബി സി ഡി 15 ആവറേജ്. അപ്പം ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്ന എത്രയാണ്? 15. അപ്പൊ അവിടെ നിന്ന് നമുക്ക് വേറൊരു കാര്യം കിട്ടി, ബി പ്ലസ് സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 15 into 3, അതായത് അതിന്റെ തുക കിട്ടി 45. അതെല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സംഭവം പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് നമ്പർ, അതായത് ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. ലാസ്റ്റ് നമ്പർ ഏതാ നമ്മൾ ഇവിടെ എടുത്തത്? ഡി എന്ന് പറയുന്നത് 18. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബിയും സിയും ഡിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 45. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിക്ക് പകരം 18 കൊടുക്കുക. 18 കൊടുക്കുമ്പോൾ നമുക്ക് ബി പ്ലസ് സി എന്ന് പറയുന്നതിന്റെ തുക 27 നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് നമ്പർ എ ആണ് വേണ്ടത്. അപ്പൊ ഈ ബി പ്ലസ് സിയുടെ തുക നമുക്കറിയാം. ബാക്കി നമുക്കറിയാവുന്ന കാര്യം എന്താണ്, എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 48 കിട്ടുമെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി 27 ഇതിനകത്ത് കൊടുത്താൽ എയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? 48 മൈനസ് 27, ഓപ്ഷൻ ബി 21 ആണ് ആൻസർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ, കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ ആണേ. 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയായിരുന്നു. 2005 ഫെബ്രുവരി 8 ചൊവ്വയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2004 ഫെബ്രുവരി 8 ഏത് ദിവസം എന്നാണ് നമ്മളുടെ ചോദ്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2005 ഫെബ്രുവരി 8 ചൊവ്വയാണ്. അങ്ങനെയാണെങ്കിൽ 2004 ഫെബ്രുവരി 8 ഏത് ദിവസം എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഏത് ദിവസം എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ 2005 ഫെബ്രുവരി 8 ചൊവ്വയാണെങ്കിൽ 2004 ഫെബ്രുവരി 8 ഏത് ദിവസം എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ 2004 തൊട്ട് 2005 എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ ഒരു വർഷമാണ് അല്ലെ. 2004 to 2005 എന്ന് പറയുന്നത് ഒരു വർഷമാണ്. ഓക്കെ, ഇനി വല്ല ലീപ് ഇയർ മീൻസ് ഫെബ്രുവരി 29 വരുന്നുണ്ടോ നോക്കണം. ഉണ്ടോ നോക്കുക, ഫെബ്രുവരി 29 ഉണ്ടോ നോക്കുക, അതായത് ലീപ് ഇയർ. നമുക്കറിയാം 2004 എന്ന് പറയുന്നത് ഒരു ലീപ് ഇയർ ആണ്, ഒരു അതിവർഷമാണ് അല്ലെ. 2004 ഒരു ലീപ് ഇയർ ആണ്. ഇവിടെ ഫെബ്രുവരി 8 ആണ്. 2004 ഫെബ്രുവരി 8 തൊട്ട് 2005 ഫെബ്രുവരി 8 എന്നുള്ള രീതിയിലാണ്. അപ്പൊ എങ്ങനെ പോയാലും 2004 ഒരു ഫെബ്രുവരി 29 ഉണ്ട്. അപ്പൊ അവിടെ ഒരു ദിവസവും കൂടി എക്സ്ട്രാ ആയിരിക്കും. അപ്പൊ ഇവിടെ ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പം 2 ആണ് വരുന്നത് അല്ലെ. ഈ 2 വർഷങ്ങളുടെ ഇടയിലുള്ള ഓഡ് ഡേയ്സ് 2 ആണ് വരുന്നത്. എന്തുകൊണ്ടാ? വർഷത്തിന്റെ ഇടയിൽ
2004 തൊട്ട് 2005 വരെ ഒരു വർഷത്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ തന്നെ 2004 ഫെബ്രുവരി 8 തൊട്ട് 2005 ഫെബ്രുവരി 8 വരെയുള്ള കണക്കാണ്. അപ്പൊ 2004 ഒരു ലീപ്പ് ഇയർ ആണ്, ഒരു അതിവർഷമാണ്. അപ്പൊ അവിടെ ഫെബ്രുവരി 29 ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഓഡ് ഡേ എക്സ്ട്രാ ആണ്, ഒരു ദിവസം എക്സ്ട്രാ ആണ്. അപ്പൊ 2 ഓഡ് ഡേയ്സ് ആണ് അവിടെ വരുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റിവേഴ്സ് ഓർഡറിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓഡ് നമുക്ക് കിട്ടി എന്നും പറഞ്ഞ് ചൊവ്വാഴ്ചയുടെ കൂടെ 2 ആഡ് ചെയ്ത് വെക്കരുത്. കാരണം ഇവിടെ റിവേഴ്സ് ഓർഡറിലാണ് ചോദിച്ചേക്കുന്നത്. 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയാണെങ്കിൽ 2004 ഫെബ്രുവരി 8 ഏത് ദിവസമാണെന്നാണ് ചോദ്യം. അപ്പൊ ഈ പറയുന്ന ചൊവ്വാഴ്ചയിൽ നിന്നും 2 ദിവസം പുറകോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, തിങ്കൾ ഞായർ. അപ്പൊ ഇവിടെ ഞായറാണ്. 2 ഡേയ്സ് പുറകോട്ടാണ് നോക്കേണ്ടത് കേട്ടോ. എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന റിവേഴ്സ് ഓർഡറിൽ? 2005 ഫെബ്രുവരി 8 ചൊവ്വയാണെങ്കിൽ 2004 ഫെബ്രുവരി 8 ഏത് ദിവസം എന്നാണ്. അപ്പൊ അത് റിവേഴ്സ് ഓർഡറിൽ ആയതുകൊണ്ട് തന്നെ 2 നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, -2 ആണ് വരുന്നത്. അപ്പൊ ചൊവ്വയിൽ നിന്നും 2 കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ തിങ്കൾ ഞായർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറും. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് എന്തായിത്തീരും? നമുക്ക് നോർമലി ഉള്ള ഡയറക്ഷൻസ് നമുക്കറിയാം അല്ലെ? സാധാരണ നമ്മുടെ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഇതിന്റെ മലയാളവും നമുക്കറിയാം. നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്ക്, ഈസ്റ്റ് കിഴക്ക്, പിന്നെ സൗത്ത് തെക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. ഇത്രയും കാര്യങ്ങൾ അറിയാം. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതാണ് വടക്ക് കിഴക്ക്, സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതാണ് തെക്ക് കിഴക്ക്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, ആ ഒരു രീതിയിൽ നോക്കാം. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് വടക്കായിട്ട് മാറുകയാണെങ്കിൽ, തെക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ തെക്ക്, സൗത്ത്, ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് വടക്ക്, അതായത് നോർത്ത് ആയിട്ട് മാറുകയാണെങ്കിൽ അപ്പൊ ഇതാണ് നമ്മളുടെ സൗത്ത് ഈസ്റ്റ്. അപ്പൊ ഈ ഒരു ക്വാഡ്രന്റ്, ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ആവുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ ഇതൊന്ന് വരച്ചു കാണിക്കും. ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് നോർത്ത് ആയിട്ട് മാറുക, അതായത് നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്കായിട്ട് മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു. വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നോർത്ത് വെസ്റ്റ്, വടക്ക് കിഴക്ക് ഈ ഒരു ഭാഗം പടിഞ്ഞാറായിട്ട് മാറുകയാണ്, അതായത് പടിഞ്ഞാറ് വെസ്റ്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പടിഞ്ഞാറ് എന്തായി തീരും എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ നോർത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് നോർത്ത് ആയിട്ട് മാറി അല്ലെ? പിന്നെ ആരാ മാറിയിട്ടുള്ളത്? വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണല്ലേ? ഓ സോറി കേട്ടോ, വടക്ക് കിഴക്കാണ് കേട്ടോ. ഞാനിവിടെ ഇത് മാർക്ക് ചെയ്ത് വെച്ചു, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കിയേ. തെക്ക് കിഴക്ക് വടക്കായിട്ട് മാറി. അപ്പൊ തെക്കെന്ന് പറഞ്ഞാൽ സൗത്ത്, കിഴക്കെന്ന് പറഞ്ഞാൽ ഈസ്റ്റ്. അപ്പൊ ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? വടക്ക്. വടക്കെന്ന് പറഞ്ഞാൽ ആരാണ്? നോർത്ത് ആയിട്ട് മാറി. ഓക്കെ, ഇനി എന്താണ് വടക്ക് കിഴക്ക്? വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ വടക്ക് നോർത്ത്, ഈസ്റ്റ് കിഴക്ക്. അപ്പം വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞത് ആരായിട്ട് മാറി? ഇവിടെയാണ് വെസ്റ്റ് ആയിട്ട് മാറുന്നത് കേട്ടോ. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് പടിഞ്ഞാറായിട്ട് മാറുന്നത്. ഇത്ര ഓക്കെ ആണല്ലോ? പടിഞ്ഞാറായിട്ട് മാറി. ഇനി നമുക്ക് വേണ്ടുന്നത്, അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറെന്ന് പറയുന്ന ഭാഗം എന്തായിട്ട് മാറുമെന്നാണ്, അതായത് വെസ്റ്റ് ഭാഗം എന്തായിട്ട് മാറുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോർമലി അറിയാം, എങ്ങനെ പോയാലും നോർത്തിന് ഓപ്പോസിറ്റ് ആര് വരും? സൗത്ത് അല്ലേ? നോർത്തിന് ഓപ്പോസിറ്റ് ആരാ? സൗത്ത്. അതുപോലെ വെസ്റ്റിന് ഓപ്പോസിറ്റ് ആരാ? ഈസ്റ്റ് വരും. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ പടിഞ്ഞാറെന്ന് പറയുന്ന ഭാഗം ഏതാണ്? വെസ്റ്റ്. വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം എന്തായിട്ട് മാറി? വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം എന്തായിട്ട് മാറി? ഓക്കെ, വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം എന്തായിട്ടാ മാറിയിട്ടുള്ളത്? ഈ വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം സൗത്ത് ഈസ്റ്റ് ആയിട്ട് മാറി അല്ലേ? വെസ്റ്റ് എന്ന് പറയുന്ന ഭാഗം സൗത്ത്, വെയിറ്റ് ഒരു മിനിറ്റ്, ചെറിയൊരു കൺഫ്യൂഷൻ അറൈസ് ചെയ്തു, ഒന്ന് നോക്കിക്കോട്ടെ. പടിഞ്ഞാറ് എന്തായി തീരുമെന്നാണ്.
പടിഞ്ഞാറ് ഭാഗം, അതായത് ഈ ഭാഗം എന്തായി തീരുമെന്നാണ് പടിഞ്ഞാറ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഏതിന്റെ ഇടയിലാണ് നിൽക്കുന്നത്? സൗത്തിനും ഈസ്റ്റിനും ഇടയിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഈ സൗത്ത് ഈസ്റ്റിന്റെ ഇടയിലാണ് ഈ പടിഞ്ഞാറ് എന്ന് പറയുന്ന ഭാഗം വന്നിരിക്കുന്നത്. അപ്പം സൗത്ത് ഈസ്റ്റിന് ഇടയിലാണ് വന്നിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി തെക്ക് കിഴക്കാണ്. ഓക്കെ, ഒന്നുമില്ല. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതാണ് പടിഞ്ഞാറായിട്ട് വന്നേക്കുന്നത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ആദ്യം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് വരയ്ക്കുക. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ് എന്ന് നമ്മൾ വരച്ചു. ഒന്നുകൂടെ വരച്ച് കാണിക്കും. ഓക്കെ, ഇത് വരയ്ക്കുക. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. നോർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്ക്. സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തെക്ക്. വെസ്റ്റും ഈസ്റ്റും അറിയാമല്ലോ. ഓക്കെ, അല്ല നിക്ക് ഒന്നുകൂടെ വരച്ച് കാണിക്കാം. കംപ്ലീറ്റ് റബ്ബ് ചെയ്തിട്ട് ഒന്നുകൂടെ പറയാം. ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ആയി കാണും എല്ലാം കൂടെ വരച്ചപ്പത്തേ, അല്ലേ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാം കൂടെ കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു തരാം, നോക്കിക്കോ. നമ്മളുടെ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാല് ഇവിടെ നോർത്ത്, ബേസിക് ആയിട്ടുള്ള ഡയറക്ഷൻസ് നമുക്കറിയാം. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, അല്ലെ? നോർത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വടക്ക്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, ഈസ്റ്റ് കിഴക്ക്, സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട് തെക്ക് കിഴക്ക്, അതായത് സൗത്ത് ഈസ്റ്റ്. തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞാൽ തെക്ക് സൗത്ത്, ഈസ്റ്റ് കിഴക്ക്. ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ വടക്കായിട്ട് മാറുകയാണ്, അതായത് ഈ ഡോട്ടഡ് ലൈൻസ് നോർത്ത് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന പോർഷൻ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ആയിട്ട് മാറുകയാണ്. ഇനി വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് മാറുക. വടക്കെന്ന് പറഞ്ഞാൽ നോർത്ത്, കിഴക്കെന്ന് പറഞ്ഞാൽ ഈസ്റ്റ്. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഭാഗം പടിഞ്ഞാറായിട്ട് മാറി. ഓക്കെ, ഇത് വെസ്റ്റ് ആയിട്ട് മാറി. ഓക്കെ അല്ലേ? വെസ്റ്റ് ആയിട്ട് മാറും. അപ്പൊ നമുക്കറിയാം എങ്ങനെ പോയാലും നോർത്തിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആര് വരുന്നത്? സൗത്ത് വരുന്നത്. അപ്പൊ ഈ ഡോട്ടഡ് ലൈൻസ് ഈ മാർക്ക് ചെയ്തതാണ് നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് സൗത്ത്. അതുപോലെ തന്നെ വെസ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈസ്റ്റ്. നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ പടിഞ്ഞാറെന്ന് പറയുന്നത്, അതായത് ഈ വെസ്റ്റ് എന്ന് പറയുന്ന ആള് എന്തായി തീരും എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം നോക്കിയിട്ട് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. വെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഒറിജിനൽ വെസ്റ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യനകത്ത് ഒറിജിനൽ വെസ്റ്റാ ചോദിച്ചിരിക്കുന്നത്, നമ്മൾ പുതിയതായിട്ട് വരച്ചു വെച്ചിരിക്കുന്ന വെസ്റ്റ് അല്ല. ഒറിജിനൽ ആയിട്ടുള്ള ഡയറക്ഷനിലെ വെസ്റ്റ് ആണ് ചോദിച്ചത്. അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത. ഈ ഒരു രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് എന്തായി തീരുമെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ പടിഞ്ഞാറ്, അതായത് ഈ വെസ്റ്റ് എന്ന് പറയുന്നത് ഏതിന്റെ ഇടയിലായിട്ട് മാറി? സൗത്തിനും ഈസ്റ്റിനും ഇടയിലായിട്ട് മാറി. അതായത് സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് നമ്മളുടെ വെസ്റ്റ് മാറിയിരിക്കുന്നത്. ദാറ്റ് ഈസ് തെക്ക് കിഴക്ക്. സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്. അപ്പൊ തെക്ക് കിഴക്കാണ് ആൻസർ, സൗത്ത് ഈസ്റ്റ് ആണ് ആൻസർ. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി നല്ലപോലെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങളായിട്ടൊന്ന് വരച്ചിട്ട് ഒന്ന് നോക്കുക. പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതൊരു കോഡിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോഡിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നോക്കിയേ, ഒരു കോഡ് ലാംഗ്വേജിൽ ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് ഡെസ്റ്റിനി എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാ റിട്ടേൺ ചെയ്തിരിക്കുന്നത്? WVHGRMP ആ ഒരു രീതിയിലാണ് എഴുതിയേക്കുന്നത്. അപ്പം ഡെസ്റ്റിനി, ഡെസ്റ്റിനി WVHGRMP. അങ്ങനെയാണെങ്കിൽ മാപ്പ് എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. നോക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെസ്റ്റിനി എന്ന് പറയുന്നതിനെ WVHGRMP എന്നൊക്കെ എഴുതിയേക്കാണ്. യാതൊരുവിധ ഐഡിയയും വരുന്നില്ല. അപ്പൊ ഇതെന്താണ് സംഭവം എന്നറിയാമോ? നമ്മളുടെ ആൽഫബറ്റ്സിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് സീരീസ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പം ABCDEFGHIJKLM ഇത് 13 ലെറ്റേഴ്സ് ഉണ്ട്. അവിടെ സ്ഥലമില്ല. ഇത് ആൽഫബറ്റ്സിന് തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന ലെറ്റേഴ്സ് ആണ്.
മനസ്സിലായോ? അതായത് ഈ ഡിയുടെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം 13 ലെറ്റേഴ്സ് ഈ ഒരു മേളിൽ നിന്ന് താഴോട്ട് നമ്മൾ എഴുതുക എന്ന് വിചാരിച്ചു. ഓക്കെ, 13 ലെറ്റേഴ്സ് ഇവിടെ നിന്ന് നമ്മൾ എഴുതിയാൽ 14ാമത്തെ ലെറ്റേഴ്സ് തൊട്ട് ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. അതായത് എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. അപ്പം ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മീൻസ് ഒരു ആൽഫബറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന ആൽഫബറ്റ് ഇത് കണ്ടോ. ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റ് ഏതാണ്? ഡബ്ല്യു. ഇക്ക് വി, പിന്നെ എസിന് എച്ച്, ടിക്ക് ജി. അപ്പം ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് കോഡ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ നമ്പേഴ്സ് നോക്കും. ഇപ്പൊ ഡി എന്ന് പറയുന്നത് 4ാമത്തെ അക്ഷരമാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് വരുന്ന, ഇതിന് മുന്നേ ഉള്ള സെക്ഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന രണ്ട് ആൽഫബറ്റ്സ്, പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രണ്ട് ആൽഫബറ്റ്സിന്റെ ആൽഫബറ്റിന്റെ പൊസിഷൻ ആഡ് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ 27 ആണ്. ഇപ്പൊ ഡി എന്ന് പറയുന്നത് 4ാമത്തെ അക്ഷരമാണ്. അപ്പൊ ഡിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് 27 - 4 23ാമത്തെ അക്ഷരം, അതായത് ഡബ്ല്യു ആണ്. അതുപോലെ ഇ എന്ന് പറയുന്നത് 5ാമത്തെ അക്ഷരം. 5ന് ഓപ്പോസിറ്റ് വരേണ്ടത് 22ാമത്തെ അക്ഷരമാണ്. എങ്കിൽ മാത്രമേ ഇതിന്റെ ഓപ്പോസിറ്റ് കൂട്ടുമ്പോൾ ടോട്ടൽ 27 വരത്തുള്ളൂ. അങ്ങനെയും നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാം. കാരണം ഇതുപോലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് വെച്ച്, പരസ്പരം ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള ഒരു കോഡിംഗ് ആണെങ്കിൽ ആ ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റ്സിന്റെ പൊസിഷൻസ്, ആൽഫബറ്റ് പൊസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ അത് 27 ആയിരിക്കും സമ്മ് വരുന്നത്. അപ്പൊ ഒരെണ്ണത്തിന്റെ പൊസിഷൻ, ഇപ്പം ഡി എന്ന് പറയുന്നത് 4ാമത്തെ അക്ഷരമാണെന്ന് നമുക്കറിയാമെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരേണ്ടത് എത്രാമത്തെ അക്ഷരമാണ്? 23ാമത്തെ അക്ഷരമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാം. അത് ഓർത്ത് വെക്കാം. അല്ലെങ്കിൽ എ തൊട്ട് എം വരെ 13 ഇങ്ങനെ എഴുതുക. എന്നിട്ട് n തൊട്ട് എം മീൻസ് n തൊട്ട് തിരിച്ച് മേളിലോട്ടാണ് എഴുതണ്ടേ. എമ്മിന് ഓപ്പോസിറ്റ് n വരേണ്ട രീതിയിൽ തിരിച്ച് മേളിലോട്ടാണ് 14 തൊട്ട് എഴുതണ്ടേ. അങ്ങനെ നിങ്ങൾക്ക് നോക്കി എഴുതാം. ഇപ്പൊ എമ്മിന് ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? n ആണ് ഓപ്പോസിറ്റ് വരുന്നത്. എക്ക് ഓപ്പോസിറ്റ് വരുന്ന ഇസഡ്, ടിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? ഈ ഒരു രീതിയിൽ എഴുതുമ്പോൾ ജി. എച്ചിന് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? എസ്. അപ്പൊ എന്തായാലും എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ സംഭവം ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും എഴുതി പോകേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഇതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു തിയറി എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോഡിങ്. അപ്പൊ ഇങ്ങനെ വലിയൊരു അന്തരം വരികയാണെങ്കിൽ നമ്മൾ നോക്കുക, അതിന്റെ ആൽഫബറ്റ് പൊസിഷൻസ് നോക്കി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള കോഡിങ് ആണെങ്കിൽ ഈ പരസ്പരം ഓപ്പോസിറ്റ് വരുന്ന ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആൽഫബറ്റ് പൊസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 27 വരണം. ഇപ്പം ഇവിടെ എക്സാമ്പിൾ, ഇപ്പൊ ടി എന്ന് പറയുന്നത് 20ാമത്തെ അക്ഷരമാണ്. അപ്പം ഈ ഒരു ടോട്ടൽ 27 എന്നുള്ള രീതിയിൽ ടിക്ക് ഓപ്പോസിറ്റ് വരേണ്ടത് 7ാമത്തെ ആൽഫബറ്റ് ആയിട്ടുള്ള ജി ആണ്. അപ്പൊ ആ ഒരു രീതി, ആ ഒരു ഐഡിയ മനസ്സിൽ വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ എ തൊട്ട് എം വരെ എഴുതുക, അതിന്റെ അപ്പുറത്തെ പെയറിംഗ് ആയിട്ട് എൻ തൊട്ട് മേളിലോട്ട് ഇസഡ് വരെ എഴുതി പോകും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ എൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് അധികം എഴുതേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് കോഡിങ് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ NZGS ആണ് നമ്മളുടെ ആൻസർ. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സീത 60 km/മണിക്കൂർ വേഗതയിൽ 1.5 മണിക്കൂർ കാർ ഓടിക്കുന്നു. അവൾ എത്ര ദൂരം സഞ്ചരിക്കണം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, യൂണിവേഴ്സിറ്റി മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ്, ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? സ്പീഡ് ഇൻറ്റു ടൈം, അതായത് വേഗത ഇൻറ്റു സമയം. സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട് 60 km/h. ടൈമും എത്രയാണ്? 1.5 മണിക്കൂർ. അപ്പൊ യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഇവിടുത്തെ യൂണിറ്റ് km/മണിക്കൂർ, ഇവിടെയും മണിക്കൂർ. ദൂരം കണ്ടുപിടിക്കേണ്ട യൂണിറ്റും കിലോമീറ്ററിൽ തന്നെയാണ്. അപ്പൊ യൂണിറ്റ് ചേഞ്ച് ഒന്നും ഇല്ല. അപ്പൊ 15 × 60 900 ആണ് വരുന്നത്. ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ കളയുന്നു. സോ നമുക്ക് 90 km ആണ് നമ്മളുടെ ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ 90 km ആണ് ആൻസർ. ഇതിനൊന്നും അധികം എക്സ്പ്ലനേഷൻ ആവശ്യമില്ല കേട്ടോ. ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ചോദിച്ചത്. ഇനി അടുത്തത്, സംഖ്യാശ്രേണിയിലെ ചോദ്യചിഹ്നത്തിന്റെ സ്ഥാനത്ത് എന്ത് വരും? ഇതാണ് നമ്മളുടെ ശ്രേണി. 17, 16, 14, 12, 11, 8, 8. അപ്പൊ ഇത് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം 17, 16 അല്ലേ?
ഒന്നിന്റെ വ്യത്യാസം, പിന്നെ 16ഉം 14ഉം കൂടെ 2ന്റെ വ്യത്യാസം, വീണ്ടും 2ന്റെ വ്യത്യാസം, 1ന്റെ വ്യത്യാസം. അപ്പൊ ഈ ഒരു രീതിയിൽ വരുമ്പം നമ്മളൊരു ഡബിൾ സീരീസ് ഒന്ന് ആലോചിക്കുക. വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല, ലാസ്റ്റ് രണ്ട് നമ്പേഴ്സും സെയിം ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു ഡബിൾ സീരീസ് ആണെന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് ഡബിൾ സീരീസ് ആവുന്നത്? ഇപ്പൊ ആദ്യത്തെ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ 17, 14, 11, 8. അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ 16, 12, 8. ഇനി അടുത്ത ഈ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ സീരീസ് എന്ന് പറയുമ്പോൾ ഇവിടെ 3ന്റെ വ്യത്യാസമാണ് വരുന്നത് അല്ലെ, 3ന്റെ ഒരു ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ സീരീസ് നോക്കുമ്പോൾ ഇവിടെ 4ന്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഒരു സീരീസിൽ 4 നമ്പേഴ്സ് ഉണ്ട്, അടുത്തതിനകത്ത് ഇനി വരാൻ പോകുന്ന എന്തായിരിക്കും? വീണ്ടും 4 കുറയുന്ന ഒരു നമ്പർ ആയിരിക്കും. അതായത് ഓപ്ഷൻ സി 4 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ. അവസാന രണ്ട് നമ്പേഴ്സ് ഒക്കെ സെയിം ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അതിലെ എണ്ണം എടുത്തിട്ട് ഒരു ഡബിൾ സീരീസ് ഒക്കെ. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ടല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ആദ്യത്തെ സീരീസ് എഴുതി 17, പിന്നെ ഒരു 3ന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് 14 വന്നിരിക്കുന്നത്. പിന്നെ 14ൽ നിന്ന് വീണ്ടും ഒരു 3ന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് 11, എഗെയിൻ ഒരു 3ന്റെ ഡിഫറൻസ് വന്ന് 8 വന്ന് ആ സീരീസ് അവിടെ സ്റ്റോപ്പ് ആയി. ഇനി അടുത്ത നമ്മൾ നോക്കിക്കേ, 16, 12, 8. 16ൽ 4 വ്യത്യാസത്തിൽ 12 വന്നു, 12ൽ നിന്ന് വീണ്ടും 4ന്റെ വ്യത്യാസത്തിൽ 8 വരിക. അപ്പൊ എഗെയിൻ 8ൽ നിന്ന് ഒരു 4ന്റെ വ്യത്യാസത്തിൽ വരേണ്ട നമ്പർ ഏതാണ്? ഓപ്ഷൻ സി 4 ആണ് വരണം. ഓക്കെ, ഇനി ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഫൈൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ₹12600 ഫോർ 2 years at 10% per annum compounded yearly. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. A is equal to P into 1 plus R by 100 the whole raised to n. കൂടുതൽ പേരും ഈ ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമ്മൾ എമൗണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അധികം എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ല. പി എന്ന് പറഞ്ഞാൽ 12,600 ഇൻറ്റു 1 പ്ലസ് ആർ എന്ന് പറയുന്നത് 10/100, n എന്ന് പറയുന്നത് 2 ആണ്. സോ എ ഇസ് ഈക്വൽ ടു 12,600 ഇൻറ്റു 100 പ്ലസ് 10/100 അല്ലെ, 110/100 ഇൻറ്റു 110/100. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും ഈ പൂജ്യവും ഈ പൂജ്യം ഈ പൂജ്യവും വെട്ടി. അപ്പൊ ലാസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 15246 ആണ്. ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയുന്നില്ല. 15,246 ആണ് നമ്മൾക്ക് എമൗണ്ട് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, കൂട്ടുപലിശയാണ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ എമൗണ്ടിൽ നിന്നും പ്രിൻസിപ്പൽ മൈനസ് ചെയ്യും. ഫൈനൽ എമൗണ്ട് ആണ് 15,246, പ്രിൻസിപ്പൽ കുറയ്ക്കാന്ന് പറഞ്ഞാൽ 12,600 ആണ്. സോ ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 2,646 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. അതായത് ഓപ്ഷൻ ഡി. ഒന്നെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ 2 വർഷം ആവുമ്പോഴത്തേക്ക് നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത്? 2 വർഷത്തേക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന 12,600ന്റെ 10% അല്ലേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ 10% കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1,260. വീണ്ടും ഈ 1,260ന്റെ ഒരു 10% കണ്ടുപിടിക്കുക. 2 വർഷത്തേക്ക് 10% നിരക്കാണ് കേട്ടോ. ഇത് 126. ഇനി റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ പലിശയെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1,260 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണെന്നറിയാമോ? 2,520. 126നെ 2 കൊണ്ട് ഗുണിക്കും, അല്ല സോറി, ഇവിടെ 1 ആണ് കേട്ടോ, കാരണം അവിടെ 2:1 അല്ലേ. അപ്പൊ ഇത് കൂട്ടുമ്പോഴും നമുക്ക് 2,646 കിട്ടും. അപ്പം ഒന്നെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ റേഷ്യോ വെച്ച് ചെയ്യുക. ഇതിപ്പോ 2 വർഷത്തേക്ക് ആയതുകൊണ്ടാണ് റേഷ്യോ 2:1 എന്ന് പറയുന്നത് കേട്ടോ. ബാക്കി വർഷങ്ങൾ വരുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് കംഫോർട്ടബിൾ എങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്യുക. ഇനി റേഷ്യോ ഒക്കെ തെറ്റിപ്പോയിട്ട് ആൻസർ കുളവാക്കണ്ട. അപ്പം എന്ത് ചെയ്യുക? ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇവിടെ 2 years ആയപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു മെത്തേഡും കൂടെ പറഞ്ഞതേ ഉള്ളൂ. 2 വർഷത്തേക്ക് ആകുമ്പോഴത്തേക്ക് നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പൊ ആദ്യം 12,600 ആണ് നമ്മളുടെ പ്രിൻസിപ്പൽ. അപ്പൊ ആദ്യം അതിന്റെ ഒരു 10% കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? അവിടെ കിട്ടുന്ന
ആൻസറിന്റെ 10% വീണ്ടും എടുക്കുക. കാരണം 2 വർഷത്തേക്ക് കോമ്പൗണ്ടഡ് ആനുവലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് റേഷ്യോ 2:1 ആയതുകൊണ്ട് ആദ്യത്തെ പലിശയെ 1260 2 കൊണ്ട് ഗുണിക്കുക, അടുത്തതിനെ 1 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് ചെയ്യും. ഓക്കെ, ഇനി ചൂസ് ദ ഓഡ് മാൻ ഔട്ട്. നോക്കിയേ, കാറ്റ്, ഡോഗ്, ഫോക്സ്, റാബിറ്റ്. ഇത് രണ്ട് രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് വരായിരിക്കും. അന്നത്തെ ആൻസർ കീയിൽ ഏതാണ് അക്സെപ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. ഇവിടെ ചിലർ റാബിറ്റ് പറയാം അല്ലെ. റാബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹെർബിവോർ എന്നുള്ള രീതിയിൽ റാബിറ്റ് പറയാൻ സാധ്യതയുണ്ട്. ഒരു ഹെർബിവോർ എന്നുള്ള ഒരു രീതിയിൽ അല്ലെ, ഒരു പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽ എന്നുള്ള രീതിയിൽ റാബിറ്റ് ചിലപ്പം പറയാം. അല്ലെങ്കിൽ ചിലവർ എന്ത് വിചാരിക്കും എന്നറിയാമോ, ഈ പെറ്റ് ആനിമൽസിന്റെ കേസിൽ, മീൻസ് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ കേസിൽ ബാക്കി 3 പെറ്റ് ആനിമൽസ് ആണ്. പെറ്റ് ആനിമൽസ് അല്ലാത്ത ഫോക്സിനെ നമ്മളും ഇത് പറയാം. അപ്പം സിയും ഡിക്കും ചാൻസ് ഉണ്ടായിരുന്നു. അന്നത്തെ ആൻസർ കീയിൽ ഏതാണെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ജസ്റ്റ് കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. ചിലർ റാബിറ്റ് എഴുതിയിട്ടുണ്ടാവും, ഫോക്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ നോക്കിയാലും ആൻസേഴ്സ് വരാൻ സാധ്യത ഉണ്ടായിരുന്നു. ചിലപ്പോൾ മേ ബി 2 ആൻസേഴ്സിന് സാധ്യത ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അത് ഡിലീറ്റഡ് ആയി കാണും. ഓക്കെ, ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മറ്റൊരു ചോദ്യം. 90 സെന്റിമീറ്ററും 1.5 മീറ്ററും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഇതൊക്കെ മെയിൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായിരുന്നു പ്രിലിംസിന്റെ ഒരു 10th ലെവലിന്റെ ക്വസ്റ്റ്യൻസ് ആയിപ്പോയി ചിലതൊക്കെ. അപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതേപോലെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഫേസ് 3 ചിലപ്പം കിട്ടിയേക്കാം അല്ലെ. 1.5 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. 1.5 ഇൻറ്റു 100 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 150 സെന്റിമീറ്റർ വരും. അപ്പൊ ഇങ്ങനെ റേഷ്യോ എടുത്താൽ മതി. 90/150. 9/15 എന്ന് പറയുമ്പോൾ 3/5. ചിലർ എന്ത് ചെയ്യുന്ന അറിയാമോ, യൂണിറ്റ് കൺവേർട്ട് ചെയ്യാതെ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് സിമ്പിൾ ആണെന്ന് തോന്നാം. 90 സെന്റിമീറ്റർ ടു 1.5 മീറ്റർ. അപ്പൊ 90/1.5 എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡെസിമലൊക്കെ മാറ്റിയിട്ട് അങ്ങ് ക്യാൻസൽ ചെയ്തൊക്കെ വെക്കും. ചിലപ്പോൾ അതിന്റെ റോങ് ആൻസർ ഇതിൽ കാണും. പക്ഷെ ഇവിടെ തെറ്റാൻ സാധ്യത എന്താണ്, യൂണിറ്റുകൾ സെയിം ആക്കാതെ ചെയ്യും. ഒന്ന് സെന്റിമീറ്ററിലും മറ്റേത് മീറ്ററിലുമാണ്. അപ്പൊ അങ്ങനെയും ചില തെറ്റുകൾ സംഭവിക്കാം പെട്ടെന്ന് ആ ഒരു എക്സാം ടൈമിൽ അല്ലെ. അപ്പൊ 1.5 മീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. അപ്പൊ 1 മീറ്റർ നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ, 150 സെന്റിമീറ്റർ ആണ്. അപ്പൊ അത് യൂണിറ്റ് ചേഞ്ച് ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അപ്പം 3:5 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഈ ക്ലാസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. LDCയുടെയും ഡിഗ്രി മെയിൻസിന്റെ കോഴ്സും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ അപ്പം LDC ഫോക്കസ് ചെയ്യുന്നവരും മെയിൻസ് എക്സാമിന് ഫോക്കസ് ചെയ്യുന്നവരും ഒക്കെ എന്ത് ചെയ്യുക, കോഴ്സസിന് ജോയിൻ ചെയ്യുക. നല്ലൊരു അഫോർഡബിൾ ഓപ്പർച്യൂണിറ്റി ആണ്, അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ അപ്പൊ ഫേസ് 3 എഴുതാൻ പോകുന്നവര് ഏത് രീതിയിൽ നമുക്കറിയില്ല, ഒരു റിവിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലെ നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്കൊരു റിവിഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ മെയിൻസിന് വരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച ചരിത്രമുണ്ട്. അപ്പൊ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഫേസ് ചെയ്യാനായിട്ട് പോവുക. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഷോർട്ട് കട്ട്സുകൾക്ക് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കുക. അതുപോലെ മെയിൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ട് പോയി. ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കുറെ ഇക്വേഷൻസ് വരത്തില്ലേ ഇപ്പം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കി റിമെമ്പർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് പോവുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ ടൈം കളയാതെ നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവുക. ഓക്കെ, സോ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.